പേഷ്യൻറ്റിനെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്ത സയൻസ് വേറൊന്നുമില്ല. ബാക്കി ഒത്തിരി ഹെൽത്ത് കെയർ സയൻസ് ഉണ്ടെങ്കിൽ പോലും ആയുർവേദത്തിൽ കാലം, ദേശം ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പഥ്യം നോക്കിയാൽ പിന്നെ നിങ്ങൾ മരുന്ന് കഴിക്കേണ്ട കാര്യമില്ല. പഥ്യം നോക്കാണ്ട് മരുന്ന് കഴിച്ചിട്ട് കാര്യമില്ല. മോഡേൺ മെഡിസിൻ ഡയബറ്റീസിൽ സ്റ്റാർട്ട് ചെയ്താൽ നമ്മൾ അതിനകത്ത് മെറ്റബോളിക് ചേഞ്ചസ് ആ ബോഡിയിൽ വരുന്നത്. ഇത് പിന്നീട് ഒരിക്കലും നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. ആയുർവേദത്തിൽ നോൺ വെജിറ്റേറിയനോട് യാതൊരു ഇഷ്യൂസും ഇല്ല. നിഴലുണക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സുണ്ട്. പ്രമേഹം കൊണ്ടുണ്ടാവുന്ന മറ്റ് കോംപ്ലിക്കേഷൻസും തീർച്ചയായിട്ടും ആയുർവേദത്തിന് തടയാൻ പറ്റും. മാജിക്കൽ റെമഡീസ് ആക്ട് എന്ന് പറഞ്ഞൊരു നിയമമുണ്ട്. അത് നമ്മൾ ക്യൂർ ചെയ്യും എന്ന് പറഞ്ഞാൽ നമുക്ക് നോട്ടീസ് വരും. Welcome to yet another episode of Do It Podcast. So today we are going to dive into an ancient but very relevant world of Ayurveda. 5,000 years ago, ഒരു ജനറേറ്റ് ചെയ്ത ഒരു സിസ്റ്റമാണ്, ഒരു ഹോളിസ്റ്റിക് ഹീലിംഗ് സിസ്റ്റമാണ് ആയുർവേദ. സോ നമുക്കിന്ന് we have two experts from Dhanvantri, which is again an institution which is formed 4 decades ago, right? In 1933, right? So you are the third generation, alle sir. So can you please introduce yourself? എൻ്റെ പേര് ഡോക്ടർ സതീഷ്. ഈ പറഞ്ഞ ധന്വന്തരി വൈദ്യശാല എന്ന സ്ഥാപനത്തിൻ്റെ ഇപ്പോഴത്തെ 3rd ജനറേഷനാണ്. 4th ജനറേഷൻ ഇപ്പം ഓൾറെഡി ജോയിൻ ചെയ്ത് കഴിഞ്ഞു. അപ്പം ഇത്രയും പതിറ്റാണ്ടുകളായിട്ട് നമ്മൾ ഈ മെഡിക്കൽ ഫീൽഡിൽ, ആയുർവേദ മെഡിക്കൽ ഫീൽഡിൽ നിലകൊള്ളുന്നു. മെഡിസിൻസ്, ട്രീറ്റ്മെൻറ്റ്, അങ്ങനെ എല്ലാ ആയുർവേദമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആക്ടിവിറ്റീസിലും ഞങ്ങൾ ഇടപെടുന്നുണ്ട്. And we have Mr. Gopakumar sir. ഞാൻ ധന്വന്തരിയുടെ ഒരു സമകാലികനായിട്ട് ഏകദേശം 2003-2004 മുതൽ തുടരുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ഒരു ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ തന്നെയായിരുന്നു ഏറെക്കുറെ 10-40 വർഷത്തോളം. എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ ആയുർവേദത്തിൻ്റെ ഒരു കോർ ഫിലോസഫിയും അതിനെ ടേക്ക് കെയർ ചെയ്യുന്നൊരു രീതിയും ധന്വന്തരി വൈദ്യശാലയുടെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ തന്നെ ഒരു മിഷൻ്റെ പാർട്ടായിട്ട് ധന്വന്തരിയെ പോലത്തെ ഒരു ബ്രാൻഡ്, ഒരു ഗ്ലോബൽ ബ്രാൻഡ് ആക്കണം എന്നുള്ളൊരു ഉദ്ദേശം വെച്ച് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ കൺസിസ്റ്റൻ്റായിട്ട് ഹെൽത്ത് കെയറിൽ ഡെലിവറി ചെയ്യുന്നൊരു കമ്പനിയാണ് ധന്വന്തരി വൈദ്യശാല. അപ്പോൾ അതൊരു ഗ്ലോബൽ നീഡായിട്ട് ഇപ്പോൾ ഇന്നത്തെ മാറുന്ന കാലഘട്ടത്തിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഇന്ന് നമ്മൾ സതീഷ് സാറിനെയും ഗോപകുമാർ സാറിനെയും വിളിച്ചത് ഇസ് ബേസിക്കലി സോ ദറ്റ് നിങ്ങൾക്കും ഒത്തിരി ചോദ്യങ്ങളും സംശയങ്ങളും എല്ലാം ഉണ്ടാവും അബൌട്ട് ആയുർവേദ. ഇപ്പോഴത്തെ ആയുർവേദ എങ്ങനെയാണ്, എന്താണ് കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായ ചേഞ്ചസ് എന്താണ്. സോ അതിനെക്കുറിച്ചൊക്കെ അവർക്ക് കുറേ ഇൻസൈറ്റ്സ് നമുക്ക് തരാൻ പറ്റും. ആൻഡ് ദാറ്റ് ഇസ് വൈ ദേ ആർ ഹിയർ. സോ മീ ആൻഡ് കാർത്തിക് വിൽ ബി യുവർ ഹോസ്റ്റ് ടുഡേ. So sir, first question is that first thing that I want to know is that 4 generation എന്ന് പറയുമ്പോൾ it is a very എന്താ പറയുക വെരി ലോങ് ടൈം. സോ അതെങ്ങനെയാണ്, ലൈക്ക് ഹൗ കെൻ യു ബി സച്ച് എന്താ പറയുക കൺസിസ്റ്റൻസി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ജനറേഷൻ ഡൗൺ ഇതെങ്ങനെ പാസ് ഓൺ ചെയ്യാൻ പറ്റുന്നുണ്ട് സക്സസ്ഫുള്ളി? ഒന്നാമത് ഈ ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് ശരിക്കും ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു സമൂഹത്തിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിലൊന്നാണ്. ശരിക്കും അതിന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ മാക്സിമം ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, മാക്സിമം സർവീസ് ഓറിയൻറ്റഡ് ആയിട്ട് ഒരു കമ്പനി പോവുകയാണെങ്കിൽ അത് കാരണം അതിന് ടേക്കേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ആ സച്ച് തന്നെ അത് നിലനിൽക്കാനുള്ളൊരു ഇതുണ്ട്. അപ്പം അങ്ങനെ അത് അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് മാർക്കറ്റിംഗ് തന്ത്രങ്ങളോ അങ്ങനെയൊന്നുമില്ല. ഇതൊരു സമൂഹത്തിൻ്റെ നെസസിറ്റി കാറ്റർ ചെയ്യുന്നു ഉള്ള കാര്യം മാത്രമേ ഉള്ളൂ. അപ്പം ട്രെയിൻ ചെയ്യുന്ന രീതി അല്ലെങ്കിൽ ജനറേഷൻസ് ഡൗൺ പാസ് ഡൗൺ ചെയ്യുമ്പം നിങ്ങൾ ചേഞ്ചസ് വരുത്തുന്നുണ്ടോ? തീർച്ചയായിട്ടും. ആയുർവേദത്തിൽ തന്നെ പറയുന്നുണ്ട്, ആയുർവേദം ഈ പറഞ്ഞ പോലെ 4,000 വർഷം മുമ്പ് ഒറിജിനേറ്റ് ചെയ്തു. കാലാകാലങ്ങളിൽ വരുന്ന സയൻറ്റിഫിക് ഇന്നോവേഷൻസും ആൾക്കാരുടെ റിക്വയർമെൻറ്റ്സും ക്ലിനിക്കൽ റിക്വയർമെൻറ്റ്സും അതനുസരിച്ചിട്ട് മാറിക്കോണം എന്നാണ് ആയുർവേദം ഇൻസ്ട്രക്ട് ചെയ്യുന്നത്. ഞങ്ങളങ്ങനെ തന്നെ. കാരണം 1933 സ്വാതന്ത്ര്യത്തിന് മുമ്പായിരുന്നു. അന്നത്തെ അസുഖങ്ങളല്ല ഇന്ന്, അന്നത്തെ മെഡിക്കൽ നീഡ്സ് അല്ല ഇന്ന്. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ മാറണം. പുതിയ ഇപ്പം ശരിക്കും നമ്മുടെ പുസ്തകത്തിലൊക്കെ പറയുന്ന മരുന്നുകളുടെ എണ്ണത്തിൽ ഒരു 10% പോലും ഇപ്പം കൊമേഴ്ഷ്യലായിട്ട് വന്നിട്ടില്ല. അപ്പം പുതിയ നീഡിനനുസരിച്ചിട്ട് നമുക്ക് ഈ ട്രഡീഷണൽ അല്ലെങ്കിൽ ഏൻഷ്യൻ നോഹാവിൽ നിന്ന് തന്നെ മരുന്നുകൾ നമുക്ക് ഫോർമുലേഷൻസ് എടുക്കാം. അത് ചെയ്യുന്നുണ്ട്. കൂടാണ്ട് ഈ പറയുന്ന യൂസേജ് അനുസരിച്ചിട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്യേണ്ടി വരും. അത് ചെയ്യുന്നുണ്ട്.
ഉദാഹരണത്തിന് ഇപ്പോൾ കഷായങ്ങളൊക്കെ ആണെങ്കിൽ ടാബ്ലറ്റ് ആക്കി അങ്ങനെ ഒരു സൈസ് റിഡക്ഷൻ ആയി കൂടുതൽ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ഫോം ചെയ്യേണ്ടി വരും. കൂടാണ്ട് പുതിയ ചലഞ്ചസ്, മെഡിക്കൽ ചലഞ്ചസ് വരുന്നുണ്ട്. കാരണം അന്നത്തെ കാലത്തേക്ക് ഇൻഫെക്ഷനും ട്രോമയും ആക്സിഡൻറ്റും അതൊക്കെയായിരുന്നു മെയിൻ സംഭവങ്ങൾ, ഈ മെഡിക്കൽ ഇഷ്യൂസ്. ഇന്നതല്ല, ഇൻഫെക്ഷൻ, ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ, അതിനൊക്കെയാണ് കൂടുതൽ. ഏറ്റവും കൂടുതൽ മരണം സംഭവിക്കുന്ന ലൈഫ് സ്റ്റൈൽ ഡിസോർഡറുകളാണ്. അപ്പോൾ ഈ ഒരു സമൂഹം മുഴുവൻ ഈ പല പല രോഗങ്ങളിലേക്ക് പോകുന്ന ഘട്ടത്തിലാണ് ഇവർ ആയുർവേദത്തിലേക്ക് വരുന്നത്. So Dhanvantari was found by CN വൈദ്യൻ സി എൻ നമ്പൂതിരി എന്ന അദ്ദേഹത്തിൻ്റെ പേര്. സോ അപ്പം അദ്ദേഹം പഠിപ്പിച്ചു തന്ന അല്ലെങ്കിൽ കാണിച്ചു തന്ന ഒരു വഴിക്കൂടാണല്ലോ യു ഗൈസ് ആർ ഗോയിങ് ഓൾ ദിസ് വൈൽ. അപ്പം ഇപ്പോഴും സാർ പറഞ്ഞ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞു തന്ന കാര്യങ്ങൾ ഇപ്പോഴും എന്ത് റോളാണ് അദ്ദേഹം പ്ലേ ചെയ്യുന്നത്? ഈ ആയുർവേദത്തിൻ്റെ തത്വങ്ങൾ അല്ലെങ്കിൽ ബേസിക്കായുള്ള പ്രിൻസിപ്പിൾസ് കൈവിടാണ്ടിരിക്കുക എന്നുള്ള എത്ര ഇഷ്യൂ വന്നാലും, ഇപ്പം എന്ത് റിക്വയർമെൻറ്റ് വന്നാലും ബേസിക് പ്രിൻസിപ്പിൾസിൽ ഇൻടാക്ട് അല്ലെങ്കിൽ അതിനകത്ത് നിന്നുകൊണ്ടേ ചെയ്യാവുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹം ആദ്യമായിട്ട് പറഞ്ഞു തന്നത്. പിന്നെയുള്ള ശരിക്കും പറയുകയാണെങ്കിൽ ഇതിനകത്തൊരു ആത്മാർത്ഥ, പ്രത്യേകിച്ചും ക്വാളിറ്റിയുടെ കാര്യത്തിലും പ്രോസസ്സിങ്ങിൻ്റെ കൃത്യതയുടെ കാര്യത്തിലും അത് ഒരിക്കലും ഞങ്ങൾ കൈവിട്ടിട്ടില്ല. കാരണം അതാണ് ഒരു കമ്പനിയുടെ സ്ട്രെങ്ത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. യുവർ ഫൗണ്ടേഷൻ ഇസ് ദാറ്റ്. ഓൾസോ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ പറയുകയാണെങ്കിൽ സർ എങ്ങനെയാണ് ആയുർവേദ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുക? ബിക്കോസ് എല്ലാവരും ഒരു ഫാസ്റ്റ് മൂവിങ് പേസ് വേൾഡിലാണ് ഇപ്പം. അപ്പം ആയുർവേദ കുറച്ച് സമയമെടുത്ത് ചെയ്യേണ്ട ഒരു ട്രീറ്റ്മെൻറ്റ് രീതികളാണ് ആയുർവേദിക്. അതിപ്പം നേരത്തെ ഡോക്ടർ പറഞ്ഞതിനോട് അനുബന്ധമായിട്ട് പറയുകയാണെങ്കിൽ ആയുർവേദം എന്ന ഒരു സയൻസായിട്ട് അതിനെ കാണുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു പേഷ്യൻറ്റിനെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്ത സയൻസ് വേറൊന്നുമില്ല. ബാക്കി ഒത്തിരി ഹെൽത്ത് കെയർ സയൻസ് ഉണ്ടെങ്കിൽ പോലും ആയുർവേദത്തിൽ കാലം, ദേശം ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈവൻ ഒരു ഡെഫിനിഷൻ പോലും ഒരു പേഷ്യൻറ്റിനുള്ള ഏക സിസ്റ്റം ആയുർവേദമാണ്. പിന്നെ ഈ CN നമ്പൂതിരിയുടെ സിസ്റ്റം ഫോളോ ചെയ്യുന്ന കാര്യം സംസാരിച്ചപ്പോൾ നമ്മൾ മറ്റ് സിസ്റ്റത്തിൽ പലപ്പോഴും ഒരു ഫോർമുല ബേസ്ഡാണ്. ലോകത്ത് എവിടെ ഒരാൾക്ക് ഒരു ടെമ്പറേച്ചർ റേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കൊടുക്കേണ്ട ഒരു ഫോർമുല കൃത്യമായിട്ടൊരു SOPയും പ്രോട്ടോക്കോളും വെച്ചിട്ട് എനിബഡി ക്യാൻ മേക്ക് ദാറ്റ് ആൻഡ് യൂസ് ഇറ്റ്. പക്ഷേ ആയുർവേദത്തിൽ എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര ഇൻഡിവിജ്വൽ ബേസ്ഡാണ്. ആയുർവേദത്തിൽ മാത്തമാറ്റിക്സിലോ അല്ലെങ്കിൽ ഫിസിക്സിലോ പറയുന്ന ഫോർമുലാസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. A+B² എന്നുള്ള രീതിയിൽ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അത് ആ ഇൻഡിവിജ്വൽ ഡോക്ടർക്കോ ഒരു സിസ്റ്റത്തിനോ ഡെവലപ്പ് ചെയ്യേണ്ട കേസാണ്. അത് ട്രീറ്റ്മെൻ്റ് ആയാലും ശരി, ഒരു മെഡിസിൻ ഫോർമുലേഷൻസിലൊക്കെ. അപ്പോൾ ആ ഒരു സാധനം ഈ ലിനക്സ് പോലൊരു ഓപ്പൺ ബുക്കാണ് ആയുർവേദത്തിൻ്റെ ഫോർമുലകളെങ്കിൽ ആർക്കും അത് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ വൈദ്യന്മാരും അല്ലെങ്കിൽ ഓരോ സ്കൂൾ ഓഫ് ആയുർവേദ എന്ന് നമുക്ക് പറയാം. അത് CN നമ്പൂതിരിയുടെ ഒരു സ്കൂളാണ് ഇപ്പോഴും ധന്വന്തരി ഫോളോ അപ്പ് ചെയ്യുന്നത്. അത് ട്രീറ്റ്മെൻറ്റിലും ഉണ്ട്, മെഡിസിൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ധന്വന്തരിയുടെ ചവനപ്രാശം എന്ന് പറയുന്നത് അതിനകത്ത് ഇൻഗ്രീഡിയൻസ് ഏറെക്കുറെ ഏത് കമ്പനിയുടെയും ചവനപ്രാശത്തിൻ്റെ ഇൻഗ്രീഡിയൻസുമായിട്ട് സിമിലറാണ്. കാര്യം അതിൻ്റെ റെഫറൻസ് എടുത്തിരിക്കുന്ന ടെക്സ്റ്റിൽ നിന്നാണ്. പക്ഷേ ആ സാധനം ഫോർമുലേറ്റ് ചെയ്യുന്ന രീതിയുണ്ട്. ഏത് സാധനം എപ്പം മിക്സ് ചെയ്യണം, അതിൻ്റെ ടെമ്പറേച്ചർ മാനേജ്മെൻറ്റ്, അത് പൊടിക്കുക, ഈ പറയുന്ന പ്രോസസ്സുകളെല്ലാം ധന്വന്തരിയുടെ ഓണാണ്. അത് ക്ലാസിക്കൽ എന്ന് പറഞ്ഞ മെഡിസിൻസ് ആയാലും ധന്വന്തരി ഓണായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന മെഡിസിൻസ് ആണെങ്കിലും ഇപ്പോൾ നിഴലിൽ ഉണക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളത് ഡയറക്റ്റ്ലി ഡ്രൈ ചെയ്യാറില്ല, വെയിലത്ത് നിഴലിനകത്ത് ഉണക്കി എടുത്തിട്ട് പാകമാക്കുന്നൊരു പ്രോസസ്സാണ്. അത് കൊമേഴ്സ്യലി മറ്റു പലരും ചെയ്യുമ്പോൾ നേരെ ഡ്രയറിലാണ്. കാര്യം അതാണ് കൊമേഴ്സ്യലി വയബിളും ഒരു ബൾക്ക് റിക്വയർമെൻറ്റും. ധന്വന്തരി ഇപ്പോഴും ചെയ്യുന്നത് ഈ നിഴൽ ഉണക്കൽ പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പ്രൊഡക്റ്റിൻ്റെ ഇൻഗ്രീഡിയൻസും എല്ലാം സെയിമാണ് എനി കമ്പനി. പക്ഷേ നമ്മുടെ ഇതിനകത്ത് ക്വാളിറ്റിയുടെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 1933 സാധനങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നത്. കഴിഞ്ഞൊരു 40 വർഷമായിട്ട് നമ്മളൊരു കാര്യമായ മാർക്കറ്റിംഗ് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോഴും നമ്മുടെ ഹോസ്പിറ്റൽ, നമ്മുടെ എല്ലാ സ്ഥലങ്ങളും ഫുള്ളായിട്ട് പോകുന്നതിൻ്റെ കാരണം നമ്മുടെ ഓൺ ഫോർമുലേഷൻസാണ്. അല്ല, ഇപ്പോൾ സാർ പറഞ്ഞല്ലേ ക്വാളിറ്റിയുടെ ഒരു കേസ് പറഞ്ഞില്ലായിരുന്നു. നമുക്കിപ്പോൾ മെഡിസിൻസ് സോഴ്സ് ചെയ്യണത്, റോ മെറ്റീരിയൽസ്, കാര്യങ്ങൾ, ഇതെല്ലാം നമുക്കിപ്പോഴും ആ ഒരു ക്വാളിറ്റിയിൽ കിട്ടുന്നുണ്ട്. ഇപ്പോഴത്തെ കാലഘട്ടം, പണ്ടത്തെ അല്ല ഞാൻ പറയുന്നത്, ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അതെങ്ങനെയൊക്കെയാണ് സ്ട്രഗിൾ? അല്ല, അതിനകത്ത് ചലഞ്ചസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മറ്റു പല നമ്മുടെ ഒരു റവന്യൂ സൈസൊന്നും അധികം ഇൻക്രീസ് ആകാത്തതിൻ്റെയും കാരണം അതാണ്. നമ്മൾ കളിയൊക്കെ തന്നെ ഡോക്ടർമാർ പറയാറുണ്ട്, നമുക്ക് കണ്ട കാര്യം കിട്ടിയില്ലെങ്കിൽ കണ്ട പേരെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മുടെ ഒരു ഫോർമുലേഷൻസിന് അങ്ങനല്ല. നമുക്കൊരു ഇൻഗ്രീഡിയൻറ്റ് കിട്ടിയില്ല, ആ പ്രൊഡക്റ്റിൻ്റെ പ്രൊഡക്ഷൻ നിന്ന് പോകുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ ക്വാളിറ്റി നിലനിർത്താൻ വേണ്ടി നമുക്ക് ഈ റോ മെറ്റീരിയലിൻ്റെ സോഴ്സിങ് ഒരു ചലഞ്ചായിട്ട് നമുക്ക് മാത്രമല്ല ജെന്യുവനായിട്ട് ആയുർവേദം ചെയ്യുന്ന എല്ലാവർക്കും ഫേസ് ചെയ്യുന്നുണ്ട്.
സർക്കാർ ലെവലിൽ അതിനുവേണ്ടി ഒത്തിരി ഇനിഷ്യേറ്റീവ് വന്നിട്ടുണ്ട്. പക്ഷെ അത് എക്സിക്യൂഷൻ ഇപ്പോഴും അല്ല നമ്മൾ എന്തെങ്കിലും അതിനുവേണ്ടി എന്തെങ്കിലും പുതിയതായിട്ട് പദ്ധതികൾ എന്തെങ്കിലും നമ്മളൊരു പദ്ധതി ഒരു പൈലറ്റ് ചെയ്തിരുന്നു തൈപ്പത്ത് എന്ന് പറഞ്ഞിട്ട്. എനിക്ക് തോന്നുന്നു ഡോക്ടർ അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ബ്രീഫ് ചെയ്യും. നമ്മളൊരു ഹെർബൽ ബൈബാക്ക് സ്കീമാണ്. നമുക്ക് സെലക്റ്റഡ് ആയിട്ട് പ്രത്യേകിച്ച് അഡൾട്ടേഡ് അല്ലാതെ റോ മെറ്റീരിയൽ കിട്ടാനുള്ള ഒരു സോഴ്സും പബ്ലിക്കിനൊരു ഇൻകം ജനറേറ്റിംഗ് സോഴ്സുമായിട്ടാണ് നമ്മളത് ചെയ്തത്. നമ്മൾ ശരിക്കും കൊറോണ സമയത്ത് തൊടുപുഴ അങ്ങനെ കുറേ പേർക്ക് നമ്മൾ തന്നെ സീഡ്സൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് തിരിച്ച് ഒക്കെ ചെയ്തിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഈവൻ നമ്മുടെ അഗ്രികൾച്ചർ മിനിസ്റ്ററിൻ്റെ ഭാഗത്തു നിന്നൊക്കെ നമുക്കൊരു എന്താ പറയുക ഗോ ഹെഡ് പറഞ്ഞിരുന്നു. പക്ഷെ അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് നമ്മുടെ അടുത്തൊരു പ്രൊജക്റ്റിൻ്റെ ഭാഗമാണ്. കാരണം അതില്ലെങ്കിൽ നാളെ ആയുർവേദ ഇൻഡസ്ട്രി പ്രശ്നമാകുന്ന അവസ്ഥയാണ്. ആയുർവേദത്തിൽ ശരിക്കും സസ്യജമായിട്ടുള്ള റോ മെറ്റീരിയൽസ് ഉണ്ട്. സസ്യേതരം എന്ന് പറയും, അങ്ങനെ ഉണ്ട്. സസ്യങ്ങളല്ലാത്ത മെറ്റൽസ്, മിനറൽസ്, അതുപോലെ ധാതുജമായിട്ടുള്ള, പിന്നെ ജന്തു എന്ന് വെച്ചാൽ ഈ ആനിമൽ പ്രൊഡക്ട്സ്, പാല് തുടങ്ങിയ ആനിമൽ പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു റോ മെറ്റീരിയലിന് ഓരോ റോ മെറ്റീരിയലിന് ഓരോ ക്രൈറ്റീരിയ ഉണ്ട്. അത് ട്രഡീഷണൽ ടെക്സ്റ്റുകളിൽ പറയുന്ന അതിൻ്റെ മണവും അതിൻ്റെ ടെക്സ്ചറും അങ്ങനെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. അത് നമ്മളൊരു എന്താ പറയുക സെലക്ഷൻ ക്രൈറ്റീരിയ ആയിട്ട് വെച്ചിട്ടുണ്ട്. കൂടാണ്ട് മോഡേൺ ആയിട്ടുള്ള അനാലിറ്റിക്കൽ ഫൈറ്റോ കെമിക്കൽ ടെസ്റ്റുകളുണ്ട്. അപ്പോൾ അതിനകത്ത് ആൽക്കലോയിഡ് എന്ത് മാത്രമുണ്ട്, അതിൻ്റെ പല ഫാക്ടേഴ്സ്, അതിനകത്ത് പല ഘടകങ്ങളും എത്രയാണെന്നുള്ളത് നമുക്ക് ലാബിൽ നോക്കാൻ പറ്റും. അപ്പോൾ അതെല്ലാം ഹെവി മെറ്റൽസ് പോലത്തെ അതെ, ഹെവി മെറ്റൽസ്, അതങ്ങനെയുള്ള ഹെവി മെറ്റൽസിന് തോത് എത്രയുണ്ട്. സാറ് ചെടികൾ കാണാറില്ല, എങ്കിലും ചില ചെടികളിൽ ചില സ്പീഷീസിലുണ്ടാവുന്നുണ്ട്. ഉദാഹരണം ബ്രഹ്മിക്കകത്തൊക്കെ ചെറിയ രീതിയിൽ മെറ്റൽസ് കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സോഴ്സിംഗ് ആണ് പ്രധാനം. അത് എവിടെയാണ് ഈ പ്രശ്നമില്ല, സേഫായിട്ടുള്ള ഏറ്റവും കൂടുതൽ ആൽക്കലോയിഡ് ക്വാളിറ്റി ഉള്ള അല്ലെങ്കിൽ എസൻഷ്യൽ ഓയിലുള്ള. അപ്പോൾ അതിനോരോന്നിനും നമുക്ക് ഡേറ്റയുണ്ട്. ഇപ്പം ഉദാഹരണം കുറുന്തോട്ടി എവിടെ നിന്നാണ് വേണ്ടത്, അല്ലെങ്കിൽ ആവണൊക്കെ എവിടെ നിന്നാണ് വേണ്ടത്, കച്ചോല എങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ അതിനൊരു ക്രൈറ്റീരിയ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ അങ്ങനെയുള്ള സോഴ്സുകളിൽ നിന്നാണ് കൂടുതലും എടുക്കുന്നത്. സർ, ഇപ്പം മരുന്നുകളുടെ കാര്യം പറഞ്ഞു, ഹൗ പ്രിസൈസ് യു ആർ അബൌട്ട് ഇറ്റ്. അപ്പോൾ അതുപോലെ തന്നെ മരുന്നല്ലാതെ ഇത് ആയുർവേദിക് ട്രീറ്റ്മെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും ആ ഒരു പേഷ്യൻറ്റിൻ്റെ ഡയറ്റും അങ്ങനത്തെ ഫുഡിനെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. സോ അത് എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ട്രീറ്റ്മെൻറ്റ്സിനെ? അത് വളരെ പ്രധാനമാണ്. ആയുർവേദത്തിൽ പറയുന്നുണ്ട്, പഥ്യം നോക്കിയാൽ പിന്നെ നിങ്ങൾ മരുന്ന് കഴിക്കേണ്ട കാര്യമില്ല, പഥ്യം നോക്കാണ്ട് മരുന്ന് കഴിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അതാണ് പഥ്യം എന്ന് പറയുന്നത്. മെഡിസിൻ്റെ അത്രയും തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു രോഗത്തിന് ആ രോഗം വരാനുള്ള കാരണങ്ങളാണ് നമ്മൾ ഒഴിവാക്കുന്നത്. അതിനെയാണ് അപഥ്യം എന്ന് പറയുന്നത്. രോഗം വരാനുണ്ടായ കാരണങ്ങളാണ് അപഥ്യം. ഈ രോഗത്തെ ശമിപ്പിക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് പഥ്യം. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ രോഗത്തിനും വ്യത്യാസമുണ്ട്, ഓരോന്നിൻ്റെയും പഥ്യം ഓരോന്ന് തന്നെയായിരിക്കും. അല്ല, ചിലതിന് നമ്മൾ ഫുള്ള് വെജിറ്റേറിയൻ അങ്ങനെയുള്ള, ചില ഞാൻ കേട്ടിട്ടുള്ളതാണ്. ചിലതിന് ഈ ഇന്ന ഫുഡുകൾ കഴിക്കാം, ഇന്ന മാത്രം കഴിക്കാൻ പാടില്ല. അത് ശരിക്കും പറഞ്ഞാൽ ഈ പഥ്യം ഈ പറഞ്ഞ പോലെ ഒരു പിന്നെ പബ്ലിക്കിൻ്റെ ഇടയിൽ ഒരു കൺഫ്യൂഷനുള്ളൊരു ഏരിയയാണ്. ആയുർവേദത്തിൽ പോയാൽ പഥ്യം എടുക്കണം എന്ന് പറയുന്ന ഒരു സംഭവം. അത് പഥ്യം ഓരോ ആൾക്കാർക്കും ഓരോ അസുഖത്തിനും ഓരോ മരുന്നിനും ഓരോ ആൾക്കാർക്ക് പല രീതിയിലാണ്. ഞാൻ കുറേ എൻ്റെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ പോലും ഒരു പഥ്യം എടുക്കുമെന്ന് പറയും. പക്ഷേ ചിലർക്ക് ഇപ്പോൾ വേണമെങ്കിൽ മാംസാഹാരങ്ങൾ കഴിക്കാം, ഫിഷ് കഴിക്കാം, അങ്ങനെ ചിലർക്ക് അത് കഴിക്കാൻ പാടില്ല. അപ്പോൾ ഓരോരുത്തർക്ക് പല രീതിയിലാണ്. അപ്പോൾ ഇത് ആയുർവേദത്തിൽ നോൺ വെജിറ്റേറിയനോട് യാതൊരു ഇഷ്യൂസും ഇല്ല. കാരണം പ്രത്യേകിച്ച് വാതരോഗങ്ങളിലൊക്കെ ഇന്ന മാംസങ്ങൾ കഴിക്കണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഒരു മിസ്കൺസെപ്റ്റാണ്. അപ്പോൾ ആയുർവേദത്തിലും വെജിറ്റേറിയൻ ആയിരിക്കണം നിർബന്ധമൊന്നുമില്ല. അങ്ങനെയാണല്ല. പക്ഷേ ചില രോഗങ്ങളിൽ അത് നിഷ്കർഷിക്കും. പ്രത്യേകിച്ച് റെഡ് മീറ്റ്, ചിലർക്ക് റെഡ് മീറ്റ് കഴിക്കാൻ പറ്റില്ല, പക്ഷേ ഫിഷ് കഴിക്കണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങളുണ്ട്. അതൊരു ഡോക്ടറാണ് തീരുമാനിക്കേണ്ടത്. ഒരു ഡോക്ടർ അവരെ ആ ഒരു രോഗിനെ വെച്ചിട്ടായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ പേഴ്സണലൈസ്ഡ് ആണ് ആണല്ലേ. അപ്പോൾ ഡയറ്റും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഡയറ്റ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഡയറ്റ് നോക്കാണ്ട് ചെയ്തു കഴിഞ്ഞാൽ കാര്യമില്ല. തീർച്ചയായിട്ടും. കാരണം ഫുഡിൽ നിന്നാണ് ഇത് മുഴുവൻ രോഗങ്ങളും ഉണ്ടാകുന്നത്, ആരോഗ്യം ഉണ്ടാകുന്നത്. ശരിക്കും ആദ്യം പറയുന്നത് എന്താ പറയുക, ആരോഗ്യം സംരക്ഷിക്കാൻ എങ്ങനെയാണ് ഫുഡ്, എന്തൊക്കെ ഫുഡുകൾ, അതിൻ്റെ ക്വാളിറ്റികൾ, അല്ല അതിൻ്റെ പ്രോപ്പർട്ടീസ്, അതൊക്കെയാണ് ആരോഗ്യത്തിൽ ആദ്യം മനുഷ്യൻ ചെയ്യുന്നത്. രോഗങ്ങളെക്കുറിച്ചേ അല്ല, സ്വസ്ഥവൃത്തം അതിന് പറയുന്നത്. അപ്പം അതിനകത്ത് ഒരു മനുഷ്യൻ്റെ ഓരോ ഇതിൻ്റെ കണക്കുകളുണ്ട്. അതിൻ്റെ പല ഫിസിക്കൽ ഈ മെറ്റബോളിക് ആക്ടിവിറ്റീസിൻ്റെ കണക്കുകളുണ്ട്. അതിൽ നിന്ന് വരുന്ന അപറേഷൻ, അതിൽ നിന്ന് വരുന്ന മാറ്റങ്ങളാണ് അസുഖം. അതിനൊരു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ഉണ്ട്. അത് തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നതാണ് ചികിത്സ. ധന്വന്തരി തുടങ്ങുമ്പോൾ ഉള്ള ചാലഞ്ചസ് എന്തെങ്കിലും സാറിന് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ധന്വന്തരി തുടങ്ങിയത് CN തമ്പൂരി എന്ന് പറയുന്ന അന്ന് യുവാവായിരുന്നു. പുള്ളിക്ക് 24 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം
പഠനം കഴിഞ്ഞ് ഇറങ്ങിയുണ്ടായിരുന്നുള്ളൂ. 7 വർഷത്തെ ഗുരുകുല പഠനമായിരുന്നു ഉണ്ടായിരുന്നത്. ഗുരുകുല പഠനം എന്ന് വെച്ചാൽ ഗുരുവിൻ്റെ വീട്ടിൽ നിന്നിട്ട് കുറേ ശിഷ്യന്മാർ നിന്ന് എല്ലാ ജോലികളും അതിൻ്റെ കൂടെ പഠിക്കുകയും അങ്ങനെയാണ്. അപ്പോൾ ഇവർ കാട്ടിപ്പോവും, അങ്ങനെ അവിടുത്തെ റോ മെറ്റീരിയൽസ് പഠിക്കും, അവിടെ തന്നെ രോഗികളെ കണ്ടുപിടിക്കും, കൂടാണ്ട് ഗുരുവിൻ്റെ തിയറി ക്ലാസ്സും ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയ അദ്ദേഹത്തിന് ശരിക്കും അന്ന് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു. പാവപ്പെട്ട ഫാമിലി ആയിരുന്നു. അപ്പോൾ ഇദ്ദേഹം കുറച്ച് വീട്ടിലെ കുറച്ച് യുട്ടൻസിൽസ് അത് വിറ്റിട്ടൊക്കെ, കാലിക്കുപ്പികൾ അങ്ങനെയുള്ള അന്നത്തെ കാലത്ത് അത് വിറ്റിട്ടാണ് ആദ്യത്തെ മൂലധനം ഉണ്ടാക്കിയത്. അന്ന് ഇങ്ങനെ ഒരു ഇൻഡസ്ട്രി ഇല്ലായിരുന്നു, കേട്ടുകേൾവി ഇല്ലായിരുന്നു. കാരണം അന്നൊക്കെ വൈദ്യന്മാർ ചെയ്യുന്നത് വെച്ചാൽ അവർ തന്നെ മരുന്നുണ്ടാക്കി വിൽക്കുക, അല്ലാണ്ടൊരു സ്ഥാപനം, ഇങ്ങനെ ഫാർമസ്യൂട്ടിക്കൽ സ്ഥാപനം ആയുർവേദത്തിൽ അന്നില്ലായിരുന്നു. ശരിക്കും കോട്ടക്കലി ഉണ്ടായിരുന്നു, എങ്കിൽ പോലും അതൊക്കെ വളരെ വടക്കൻ കേരളത്തിലായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഏരിയയിൽ ഒരു തെക്കൻ കേരളത്തിൽ വളരെ ഇദ്ദേഹം മാത്രമേ ഇതിങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വേറെ മോഡൽസ് ഒന്നുമില്ല, വേറെ എക്സാമ്പിൾസ് ഒന്നുമില്ല. ഇദ്ദേഹത്തിൻ്റെ ഇന്നോവേഷനിലാണ് ഇങ്ങനെ മരുന്നുണ്ടാക്കി അത് പാക്ക് ചെയ്യും, ഈ പറയുന്ന പ്രാക്ടീസ് ചെയ്യാൻ ഡോക്ടർമാർക്ക് എത്തിച്ചു കൊടുക്കുകയും പിന്നെ അത് ജനങ്ങൾക്ക് ഔട്ട്ലെറ്റുകൾ തുറക്കാൻ തുടങ്ങി. ആദ്യത്തെ ഔട്ട്ലെറ്റ് തൊടുപുഴ അടുത്ത് വാഴക്കളം എന്ന് പറയുന്ന സ്ഥലത്ത് തുടങ്ങി. പതുക്കെ സ്പ്രെഡ് ഔട്ട് ചെയ്തു. 25ാമത്തെ വർഷമായപ്പോഴത്തേക്കും ഏതാണ്ട് വൺ ഓഫ് ദി ടോപ്പ് ഇതിലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. So he literally made everything from scratch. തീർച്ചയായിട്ടും. അന്ന് വേറെ മാനേജർമാരൊന്നും ഇല്ലായിരുന്നു. മാർക്കറ്റിംഗ് മാനേജരും ഫൈനാൻസ് മാനേജരും എല്ലാം അദ്ദേഹം തന്നെ. ഒരാൾ തന്നെ. അദ്ദേഹം ഇത്രയും ഔട്ട്ലെറ്റ്സുകളും ബ്രാഞ്ചുകളും ഒക്കെ മാനേജ് ചെയ്തത് ശരിക്കും ഇന്നും MBA അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിന് പഠിക്കേണ്ട കുറേ സംവിധാനങ്ങൾ, MRP ബേസ്ഡ് സ്റ്റോക്ക് ടേക്കിങ്ങും ഇൻവെൻട്രി മാനേജ്മെൻറ്റും ഒക്കെ ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ ആ ബ്രാൻഡ് നെയിം അത് പറഞ്ഞായിരുന്നു, നമ്മൾ ഡിസ്കഷന് മുമ്പൊന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ജസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ദൈവം എന്നുള്ള കൺസെപ്റ്റ് അതിൻ്റെ ഒന്ന് പറയാൻ പറ്റുമോ? അതെങ്ങനെയാണ് അതിൻ്റെ ഒരു വന്നതും പിന്നെ അതുപോലെ തന്നെ സ്കെച്ച് ചെയ്തേക്കണതും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു സ്കെച്ച് ചെയ്തേക്കണത്. അതിൻ്റെ ജസ്റ്റ് അതെ അതെ വെബ്സൈറ്റിൽ ഒരു സ്കെച്ചസ് ഉണ്ട്, അതൊക്കെ സാർ തന്നെ ചെയ്തതല്ലേ? അത് അല്ല, ഇത് ശരിക്കും ഇന്നിപ്പോൾ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ലോകം മൊത്തം അറിയപ്പെടുന്നൊരു ആർട്ടിസ്റ്റാണ് ആർട്ടിസ്റ്റ് നമ്പൂതിരി. അദ്ദേഹം നമ്മുടെ ഫൗണ്ടറിൻ്റെ ഈ പറഞ്ഞ പോലെ ബന്ധുവും സുഹൃത്തും ഒക്കെ ആയിരുന്നു. ഈ ആർട്ടിസ്റ്റ് നമ്പൂതിരി ചെയ്ത ഏക കോർപ്പറേറ്റ് ലോഗോയാണ് ധന്വന്തരി വൈദ്യശാല. അത് അന്നത്തെ കാലഘട്ടത്തിൽ ഫൗണ്ടറിൻ്റെ മുമ്പിലിരുന്ന് വൈറ്റ് പേപ്പറിൽ പെൻസിൽ വെച്ച് ഡ്രോ ചെയ്ത്, അത് ലോഗോ മാത്രമല്ല മൊത്തം ട്രീറ്റ്മെൻറ്റുകൾ, മെഡിസിൻ പ്രിപ്പറേഷൻസ് എല്ലാം പെൻസിൽ സ്കെച്ചസ്. അത് കാണാൻ രസമാണ്. പിന്നെ ഇതുപോലെ തന്നെ ധന്വന്തരി എന്ന് പറയുന്ന ഒരു ദൈവം അല്ലേ പറഞ്ഞ പോലെ തന്നെ അതിലുള്ള ആ ഒരു കൺസെപ്റ്റും കൂടി ഒന്ന് ജസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഈ ധന്വന്തരി എന്ന് പറയുന്നത് ഗോഡ് ഓഫ് ആയുർവേദയാണ്, ഗോഡ് ഓഫ് ഹെൽത്താണ് ശരിക്കും പറയുന്നത്. ഇദ്ദേഹം ധന്വന്തരിയുടെ ഒരു ഉപാസകരാന്ന് വെച്ചാൽ 2-3 വർഷം ഒരു സന്യാസിയെ പോലെ ധന്വന്തരിയെ മാത്രം അങ്ങനെ പ്രാർത്ഥിച്ച് അങ്ങനെ ഒരു ഇത് പറയും അന്നത്തെ കാലത്തുണ്ടായിരുന്നു, എന്നുവെച്ചാൽ ഉപാസന എന്ന് പറയും. അപ്പം അതെല്ലാം കൊണ്ടാണ് അത് ധന്വന്തരി. പിന്നെ വൈദ്യശാല എന്ന് പറഞ്ഞാൽ അതാണ് അന്ന് ഈ പറയുന്ന ഹോസ്പിറ്റൽസിന് പറയുന്നത്. അതുകൊണ്ടാണ് ധന്വന്തരി വൈദ്യശാല എന്നുള്ള പേര് വന്നത്. ശരിക്കും ധന്വന്തരി എന്ന് പറയുന്നത് പണ്ട് പാലാഴി കടഞ്ഞപ്പം ഈ അസുരന്മാരും ദേവന്മാരും കൂടെയാണ് 2 വശത്തുനിന്നും ഒരു പർവ്വതത്തെ കറക്കി കടയുകയാണ്. അപ്പം അതിൻ്റെ എസൻസായിട്ട് അമൃത് പൊങ്ങി വന്നു. അപ്പോൾ അമൃത് പൊങ്ങി വന്നത് ഈ അമൃതം വഹിച്ചുകൊണ്ട് വന്ന ദൈവമാണ് ധന്വന്തരി, ഗോഡ് ഓഫ് ആയുർവേദ. അപ്പം അദ്ദേഹത്തിൻ്റെ 4 കൈകളിൽ, ഇപ്പോൾ ദൈവത്തിൻ്റെ 4 കൈകളിൽ ഒന്ന് അമൃത് കുംഭമുണ്ട്, മറ്റേ കയ്യിൽ ജളൂകം എന്ന് പറയുന്നത് വെച്ചാൽ ഈ മറ്റേ നമ്മുടെ കുളയട്ട എന്ന് പറയുന്നത്. അപ്പം അത് പഞ്ചകർമ്മത്തിൻ്റെ ഈ രക്തമോക്ഷം എന്ന് പറഞ്ഞാൽ പഞ്ചകർമ്മത്തിൽ വരുന്ന പഞ്ചകർമ്മത്തിൻ്റെ സിമ്പലാണത്. അമൃതം എന്ന് പറയുന്നത് നമ്മുടെ മരുന്നുകളുടെ അല്ലെങ്കിൽ ശമനൌഷധങ്ങളുടെ സിമ്പലാണ്. പിന്നെ ഈ സുദർശനചക്രം എന്ന് പറയുന്നത് സർജറി, ശംഖം എന്ന് പറയുന്നത് മെറ്റൽസ് ആൻഡ് മിനറൽസിൻ്റെ. അപ്പം ഇങ്ങനൊരു രൂപമാണ് ധന്വന്തരിക്ക്. അത് വിഷ്ണുവിൻ്റെ അവതാരമായിട്ടാണ് പറയുന്നത്. സർ, ഇപ്പം നമ്മൾ ഹിസ്റ്ററിയെ പറ്റിയൊക്കെ പറഞ്ഞു. ഇന്നത്തെ കാലത്ത് എങ്ങനെയാണ് നമുക്ക് ആയുർവേദ നമ്മുടെ ഈ ഒരു ഏർബൻ ലൈഫ് സ്റ്റൈലിലോട്ട് കൊണ്ടുവരാൻ പറ്റുന്നത്? കഴിഞ്ഞ 4000 വർഷമായിട്ട് പബ്ലിക് ഹെൽത്തായിട്ടും ഈ ഹെൽത്ത് മാനേജ്മെൻറ്റിൽ പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വന്നാണ് യുനാനി വന്നു, അത് മറ്റേ അറേബ്യൻ ആ സമയത്ത് വന്നു. പിന്നെ ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷമാണ് മോഡേൺ മെഡിസിൻ കേരളത്തിൽ വരുന്നത്. എന്നുവെച്ചാൽ ഏതാണ്ട് 180 വർഷം മുമ്പ് ഇവിടുത്തെ ഹെൽത്ത് മുഴുവൻ മെയിൻറ്റെയിൻ ചെയ്തിരുന്ന ആയുർവേദ, പബ്ലിക് ഹെൽത്ത് കംപ്ലീറ്റ്. ശരിക്കും അന്ന് ഈ ഹെൽത്ത്, ഇപ്പം നമ്മുടെ ആയുർവേദത്തിൻ്റെ മാനേജ് എന്ന് പറയുമ്പം മരുന്നുകൾ, അസുഖങ്ങളല്ല,
ശരിക്കും അത് ഈ അസുഖം വരാണ്ടിരിക്കാനാണ് ആദ്യം പഠിപ്പിക്കുന്നത്, ഞങ്ങളെ പഠിപ്പിക്കുന്നത് അങ്ങനെ. ടെൻഷനാണ് ആദ്യം. സ്വസ്ഥവൃത്തം എന്നതിനെ പറയുന്നത്. എങ്ങനെ അസുഖം വരാണ്ട് ഹാപ്പിയായിട്ട് പ്രസന്നമായിട്ടുള്ള ആത്മാവ്, ഇന്ദ്രിയം, മനസ്സെന്ന് വെച്ചാൽ നമ്മുടെ ശരീരധാതുക്കളോടൊപ്പം ഈ പറയുന്ന ആത്മാവ്, ഇന്ദ്രിയവും മനസ്സും ഒക്കെ പ്രസന്നമായിരിക്കുക എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ ഫോറിനേഴ്സിന് അല്ലെങ്കിൽ ഫോറിൻ കൺട്രീസിലൊക്കെ ഭയങ്കര അക്സെപ്റ്റൻസ് ഉള്ള ആൾക്കാർ, ഇവിടെ ഫോറിനേഴ്സ് വന്നാൽ അവർ ഇവിടെ ആയുർവേദ ട്രീറ്റ്മെൻറ്റ്സിന് വേണ്ടി മാത്രമായിട്ട് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ പക്ഷേ ഇവിടുത്തെ ആൾക്കാർക്ക് അത്രയും ആയുർവേദം എന്ന് പറയുന്നത് എക്സ്പെൻസീവ് ആണെന്നുള്ളൊരു തിങ്കിങ് ഇപ്പോഴും അവരുടെ മനസ്സിൽ കിടക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഈ മിസ്കൺസെപ്റ്റ്സ് ആണ് പ്രശ്നം. ഇപ്പോൾ പഥ്യത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ കോസ്റ്റ്ലി എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എന്തുമായിട്ട് കമ്പയർ ചെയ്യുന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ ഹോസ്പിറ്റൽ, ധന്വന്തരിയുടെ ഇപ്പം തൊടുപുഴയുള്ള ഹോസ്പിറ്റൽ, എറണാകുളത്തുള്ള ഹോസ്പിറ്റലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സ്പൈന് സർജറി പറഞ്ഞൊരു കേസ് വന്നിട്ട് നമ്മളൊക്കെ 14 ദിവസം കൊണ്ട് ട്രീറ്റ് ചെയ്ത് മാറുന്നുണ്ടെങ്കിൽ, സർജറി എന്ന് പറയുമ്പോൾ ഒരു 5 ലക്ഷം മുതൽ 25 ലക്ഷം രൂപ വരെ ഡിപ്പെൻഡിങ് ഓൺ ദ ഹോസ്പിറ്റൽ. പിന്നെ അത് ലോങ് ടൈം ഉണ്ടാക്കാവുന്ന പ്രശ്നങ്ങൾ. ഒരു പ്രാവശ്യം നമ്മുടെ സ്പൈനൽ ബ്ലേഡ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ അത് എല്ലാ ടൈമിലും നമുക്കത് പ്രിക്കോഷൻസ് എടുക്കേണ്ട ഒരു സംഭവമാണ്. അതൊരു ട്രീറ്റ്മെൻറ്റുമായിട്ട്, ആയുർവേദ ട്രീറ്റ്മെൻറ്റുമായിട്ട് മാറിക്കഴിയുമ്പം അതിൻ്റെ ഒരു കമ്പാരിസൺ എന്തുമായിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പെയിനൊക്കെ ഉപയോഗിക്കുന്ന മരുന്നുകൾ, അല്ലെങ്കിൽ പനിക്ക് ഉപയോഗിക്കുന്ന മരുന്നുകൾ. അപ്പം ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇന്നിപ്പോൾ നമുക്ക് പെയിനുണ്ട്, ഇപ്പോൾ നമ്മളൊരു മരുന്ന് കഴിച്ചു, അതിന് 5 രൂപയുള്ളൂ ആ ടാബ്ലറ്റ് അല്ലെ ക്യാപ്സൂളിന് വില. നമ്മുടെ ഒരു മരുന്നോ വല്ലതും കഴിച്ചു കഴിഞ്ഞാൽ 100 രൂപ 200 രൂപ കഷായത്തിനോ അങ്ങനത്തെ കാര്യത്തിനാണെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ആയുർവേദം അറ്റൻഡ് ചെയ്യുന്നതിൻ്റെ കോഴ്സ് റൂട്ടിനെയാണ്. ഇത് ആ കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പെയിൻ വരില്ല. മറ്റേത് ആ മരുന്നിൻ്റെ എഫക്റ്റ് മാറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും പെയിൻ വരും. അപ്പോൾ കമ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. മറ്റേ ഭാവിയിൽ വരാവുന്ന സൈഡ് എഫക്റ്റിൻ്റെ ഡയാലിസോ അല്ലെങ്കിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഈ പറയുന്ന 5 രൂപ ഒരു ബ്രൂഫിനോ അങ്ങനത്തെ ഒരു മരുന്നിനാവുന്നുണ്ടെങ്കിൽ അത് മാത്രമേ കമ്പയർ ചെയ്യുന്നു. ഇതൊരു 15 ദിവസം അത് തന്നെ കഴിക്കുകയാണെങ്കിൽ എത്ര രൂപയോ. പിന്നെ ഏറ്റവും വലുതാണ് ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഇതുണ്ടാക്കാവുന്ന സൈഡ് എഫക്ട്സുകൾ, അതിന് വരുന്ന കോസ്റ്റ് എന്തുമായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ ഒരു വേറെ സാധനമാണ് ഈ സ്പീഡിൻ്റെ പ്രശ്നം. ഇത് മറ്റേതൊക്കെ ഫാസ്റ്റാണെന്ന്. ആയുർവേദത്തിൽ ഒത്തിരി മരുന്നുകളുണ്ട് അതിനെക്കാട്ടി വളരെ. ഇപ്പം ഡോക്ടർ തന്നെ ഡെവലപ്പ് ചെയ്തൊരു പ്രൊഡക്റ്റ് ഉണ്ട് അനുലാക്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന ഡൈജസ്റ്റീവ് സിസ്റ്റമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന അസിഡിറ്റി ആയിക്കോട്ടെ, എന്ത് പ്രശ്നത്തിലും മാർക്കറ്റിൽ കിട്ടുന്ന ഏത് മരുന്നുമായിട്ട് അതിനെക്കാട്ടി ഫാസ്റ്റായിട്ട് റിസൾട്ട് തരുന്നതാണ്. സിംഗിൾ ഡോസ് വരെ നമുക്ക് ഓൺ ദ സ്പോട്ട് നമുക്ക് ഡിഫറൻസ് വരുന്ന സാധനമാണ്. പക്ഷേ അത് ആൾക്കാരുടെ ഉള്ളിൽ ആയുർവേദം എന്ന് പറഞ്ഞാൽ കോസ്റ്റ്ലിയാണ്, ആയുർവേദം ആണെങ്കിൽ സ്ലോ ആണെന്ന് പറയുന്ന സാധനം. ഇപ്പോൾ സാർ പറഞ്ഞ പോലെ സൈഡ് എഫക്ട്സ് എന്ന് പറഞ്ഞില്ലേ, ആയുർവേദയ്ക്ക് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ? ഏറ്റവും സൈഡ് എഫക്റ്റ് കുറഞ്ഞ മെഡിക്കൽ സിസ്റ്റമാണ് ആയുർവേദം. കാരണം ഇത് ടൈം ടെസ്റ്റഡാണ്. ഇപ്പോൾ നമ്മുടെ പ്രത്യേകിച്ചും കേരളത്തിൽ ഉപയോഗിക്കുന്ന ആയുർവേദം. കാരണം ഞങ്ങൾ മെറ്റൽസ് കൂടുതൽ ഉപയോഗിക്കാറില്ല. മെറ്റൽസിലാണ് മെയിൻ പ്രശ്നം വരുന്നത്. പക്ഷെ അതുപോലും മറ്റേ ഇതിൽ പറയുന്ന രീതിയിൽ നമ്മൾ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഓരോന്നിനുണ്ട് മെർക്കുറി, ആഴ്സനിക്, അങ്ങനെയുള്ളതിനൊക്കെ ഒരു PPM ഉണ്ട്, എന്തുമാത്രം അതിനകത്താകാം. അപ്പോൾ അത് കണ്ടുപിടിക്കാനും മാർഗ്ഗങ്ങളുണ്ട്. അപ്പോൾ ആ PPM താഴെ നിന്നാൽ കുഴപ്പമില്ല. പക്ഷേ കേരളത്തിൽ അതുപോലും ഇല്ല. കേരളത്തിൽ മെറ്റൽസ് ഉപയോഗിക്കാറില്ല. നമുക്ക് നമ്മൾ ഏറ്റവും സേഫ് ആയിട്ടുള്ള മരുന്നുകളാണ് കേരളത്തിലെ ആയുർവേദ മരുന്നുകൾ എന്ന് പറയാം. പിന്നെ ടൈം ടെസ്റ്റഡാണ്. ഇത്രയും വർഷങ്ങൾ ആൾക്കാർ സ്ഥിരം ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോഴത്തെ കാലത്ത് എല്ലാ കാര്യങ്ങളുടെ ലാബിൽ ഇപ്പം നെഫ്രോടോക്സിറ്റിയോ അല്ലെങ്കിൽ ലിവറിൻ്റെ പ്രശ്നമുണ്ടോ അതൊക്കെ അറിയാനുള്ള മാർഗ്ഗങ്ങളുണ്ട്, അതെല്ലാം ചെയ്യുന്നുമുണ്ട്. പക്ഷേ ഇങ്ങനെ അലിഗേഷൻസ്, ഇങ്ങനെ എന്താ പറയുക, ആയുർവേദം സേഫ് അല്ല, കഷായം കഴിക്കരുത്, എന്ത് ശുദ്ധ പണ്ടത് കഷായം കഴിക്കരുതെന്ന് പറഞ്ഞാൽ എന്ത് എവിഡൻസ് ഉള്ളത് ശരിക്കും. അല്ല, പണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ ഇപ്പോൾ പനിക്കൂർക്ക, പക്ഷേ പനിക്കൂർക്കയിട്ട് തിളപ്പിച്ച് അല്ലെങ്കിൽ ആവി പിടിക്കുക, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ ഇപ്പോഴും അവയർനെസ് ഭയങ്കരമായിട്ട് പറയുന്നത്. ആൾക്കാരെല്ലാവരും പെട്ടെന്നുള്ള മെഡിസിൻസ് എടുക്കുക, ആ രീതിയിലോട്ടാണ്. എന്ന് വെച്ചാൽ ഈ സിസ്റ്റമൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ അടുത്തും. ആവി പിടിക്കണതും അല്ലെങ്കിൽ നമുക്ക് പനിക്കൂർക്കയിട്ട് കുറേ ഉണ്ടല്ലോ. ഇപ്പോൾ വെള്ളം കുടിക്കണ തന്നെ ആണെങ്കിലും ശതാവരിയുടെ അതൊക്കെ ഇട്ട് കുടിക്കുക. ഇത് 2 വർഷം. ഒന്ന് കൺവീനിയൻസിൻ്റെ പ്രശ്നം, 2 ഈ പനിക്കൂർക്ക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അറിയാവുന്ന എത്ര പേരുണ്ട്. ഇന്നിപ്പോൾ മൊത്തം കേരളത്തിൻ്റെ പോപ്പുലേഷൻ എടുക്കുക, അതിനകത്ത് പനിക്കൂർക്ക അറിയാവുന്ന എത്ര പേരുണ്ട്. അല്ല ഇത് കാണാനും കിട്ടുന്നില്ല ഇപ്പം. വേറെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ ചെറുപ്പത്തിൽ ഇപ്പോൾ കുറേ വീടിൻ്റെ അടുത്ത് ചുറ്റടുത്തൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അത് കാണാനില്ല. ഇപ്പോൾ ഏതെങ്കിലും ചെടിച്ചട്ടിയിൽ ഉണ്ടെങ്കിൽ അവർ വെക്കുന്നുണ്ടെങ്കിൽ ഉണ്ട്. And that kind of proves the point, raw materialsന്റെ availability, right? ഇങ്ങനെ ബേസിക്കലി നമ്മൾ ഇങ്ങനത്തെ പ്ലാന്റ്സ് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നപ്പം അതുപോലെ തന്നെ ഇപ്പം അത് വി കാൺ ഫൈൻഡ് ഇറ്റ്. ആൻഡ് ദാറ്റ്സ് ദ സെയിം കേസ് വിത്ത് യുവർ റോ മെറ്റീരിയൽസ് ഓൾസോ, ദി അവൈലബിലിറ്റി ഓഫ് ഇറ്റ്, അല്ലേ? സോഴ്സിങ്ങും വളരെ പ്രധാനമാണ്. ഞാൻ പറഞ്ഞപ്പോൾ ഒരു ബ്രഹ്മി ഇപ്പോൾ നമ്മൾ വാങ്ങിച്ചാൽ പ്രത്യേകിച്ച് ചതുപ്പ് ഏരിയയിൽ നിന്നുള്ള ബ്രഹ്മിയാണ് കൂടുതൽ കിട്ടിക്കൊണ്ടിരുന്നത്. ശരിക്കും ഞങ്ങളതൊരു ജപ്പാൻ ഗവൺമെൻറ്റിന് വേണ്ടി ഒരു
പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് കൊടുത്തു. അത് ബ്രഹ്മി ബേസ്ഡ് ആയിരുന്നു. അത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അതിനകത്ത് ലെഡിൻ്റെ ഇത് കൂടുതലാണെന്ന് കണ്ടു. അന്വേഷിച്ചപ്പോൾ ഈ ചതുപ്പിലെ കണ്ടാമിനേഷനാണ് അതിന് കാരണം. ഇൻഡസ്ട്രിയൽ കണ്ടാമിനേഷൻ കൊണ്ട് ഈ ബ്രഹ്മിക്കകത്തെ ലെഡിൻ്റെ അംശം കൂടി. ഞങ്ങൾ ഉപേക്ഷിച്ചു, അവിടുത്തെ സോഴ്സേ ഉപേക്ഷിച്ചു. നോർത്ത് ഇന്ത്യ മറ്റേ കർണാടകയിൽ നിന്നാക്കി. അതിന് പ്രോബ്ലം ഇല്ല. അപ്പോൾ ഈ എല്ലാം ഈ കണ്ടാമിനേഷനും എയർ കണ്ടാമിനേഷനും അതുപോലെ വാട്ടർ കണ്ടാമിനേഷനും ഒക്കെ ഈ പറഞ്ഞ റോ മെറ്റീരിയൽസിനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓരോ സോഴ്സിൽ നിന്നുള്ളത് നോക്കിയിട്ട് നല്ല സോഴ്സിൽ നിന്ന് എടുക്കുകയുള്ളൂ. ഇപ്പോൾ നമുക്ക് വേറെ കേസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മോഡേൺ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ഇപ്പോൾ ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്നതാണ് ആൾക്കാരുടെ. അപ്പോൾ ഇവർ ഇപ്പോൾ ഓരോ അസുഖങ്ങളാണ്, ഇപ്പോൾ പുതിയ പുതിയ അസുഖങ്ങളാണ് ഓരോ ഡെയിലി ജനറേറ്റ് ചെയ്ത് വരുന്നത്, അറിയാം. ഇതിനെല്ലാത്തിനും ഇങ്ങനെ പുതിയ ഇതിനും മെഡിസിൻസ് ഉണ്ടോ? തീർച്ചയായിട്ടും. അതെ, തീർച്ചയായിട്ടും. അവിടെയാണ് ആയുർവേദത്തിൻ്റെ റിലവൻസ് കൂടുതൽ. എന്നുവെച്ചാൽ നമുക്കിപ്പോൾ ഒരു പുതിയൊരു ഇഷ്യൂ, മെഡിക്കൽ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അത് പഠനം നടത്തി എന്താണെന്നൊക്കെ അറിയണമെങ്കിൽ കാലങ്ങളെടുക്കും. അതുമല്ല, ഇത് ആത്യന്തികമായിട്ടുള്ളൊരു സൊല്യൂഷൻ നമുക്ക് പറയാനും പറ്റില്ല മോഡേൺ മെഡിസിൻ്റെ കാര്യത്തിൽ, ആയുർവേദത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും. പക്ഷേ ആയുർവേദത്തിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ മെഡിസിനെ ആയുർവേദത്തിൻ്റെ പ്രിൻസിപ്പിൾസ് വെച്ചിട്ടൊക്കെ അനലൈസ് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു മാത്തമാറ്റിക്കൽ സംഭവങ്ങൾ തന്നെയാണ്. അപ്പോൾ വാദം എത്ര കൂടിയിട്ടുണ്ട് അതിനോടനുബന്ധിച്ചിട്ട് നമ്മുടെ പഞ്ചതന്മാത്രകളുണ്ട്. തന്മാത്ര എന്ന് പറഞ്ഞാൽ മോളിക്യൂൾസ്, നമ്മുടെ ബേസിക് ആയിട്ടുള്ള എലമെൻറ്റ്സ്, അതെന്തുമാത്രം വ്യത്യാസം വന്നിട്ടുണ്ട്. അതിനൊക്കെ ആ രീതിയിൽ കോറിലേറ്റ് ചെയ്തിട്ട് നമുക്കൊരു നല്ല വൈദ്യന് ഈ പുതിയ അസുഖത്തെ അനലൈസ് ചെയ്യാൻ പറ്റും. അനലൈസ് ചെയ്യുന്നതോടുകൂടി അതിന് പറ്റിയ മരുന്നുകളും പുള്ളിക്ക് ഈ പറഞ്ഞ ഡാറ്റ കളക്ഷനിൽ നിന്ന് കിട്ടുകയും ചെയ്യും. പോസ്റ്റ് പാൻഡമിക് എന്തൊക്കെ വേരിയേഷൻസ് ആണ് ട്രീറ്റ്മെൻറ്റ്സിൽ ഉണ്ടായിരിക്കുന്നത് ആയുർവേദയിൽ? ശരിക്കും പോസ്റ്റ് പാൻഡമിക് കോംപ്ലിക്കേഷൻസിൻ്റെ കൃത്യമായിട്ടുള്ള കാരണങ്ങൾ ഇപ്പോഴും കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ കാർഡിയോളജി, അതുപോലെ ലങ്സ്, ന്യൂറോളജിക്കൽ, പ്രത്യേകിച്ച് പെരിഫറൽ ന്യൂറോപ്പതിക്ക് വളരെ കൂടുതലായിപ്പം. എന്താണ് കാരണം എന്ന് കൃത്യം കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ അത് ഇമ്മ്യൂൺ സിസ്റ്റത്തിന് എന്തോ അപറേഷൻ ആണെന്നുള്ള ഏതാണ്ടൊരു ധാരണയുണ്ട്. കാരണം നമ്മൾ ആയുർവേദത്തിൽ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ശരിക്കും പറയണത് ഈ ബലം വർദ്ധിപ്പിക്കുന്ന മരുന്നുകൾ. അപ്പോൾ നമ്മൾ അതിനു മുമ്പ് ഒരു വൈറസിനോ ബാക്ടീരിയയോ നമ്മുടെ ശരീരം പ്രതികരിക്കുന്ന പോലെ അല്ല ഇത് കഴിച്ചിട്ട് പ്രതികരിക്കുന്നത്. അതുപോലെ ഈ പറയണ ഈ ഫാറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ ശരീരത്തെ കൂടുതലായിട്ട് നേരത്തെ ഉള്ളതിനേക്കാളും കൂടുതലായിട്ട് ബാധിക്കുന്നു. കൂടുതൽ ഈ കുഴഞ്ഞു വീണ് മരിക്കുക, ഈ മറ്റേ കാർഡിയാക് ആക്സിഡൻസ് കൂടുക, അങ്ങനെ അത് വളരെ കൂടുതലായി ഇപ്പം. അപ്പോൾ അതിന് പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അത് അതുണ്ടാവാണ്ടിരിക്കാനുള്ള പ്രിവെൻറ്റീവ് ആയിട്ടുള്ള മെഡിസിൻസാണ് ആരോഗ്യത്തിന് സ്ട്രെങ്ത് കൂടുതലുള്ളത്. കാരണം ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്നാൽ അതൊരു എമർജൻസിയാണ്. അത് മോഡേൺ മെഡിസിനിൽ ഇപ്പോൾ നമുക്ക് ആ സമയത്ത് ചെയ്യാം, മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അതിലേക്ക് പോകാണ്ട് നോക്കാൻ ആയുർവേദത്തിന് പറ്റും. പോകാണ്ട് നമുക്കൊരു പ്രിക്കോഷൻ എടുക്കാൻ ആയുർവേദത്തിന് പറ്റും. അതെ, വേറെ അർത്ഥത്തിൽ പറഞ്ഞാൽ പാൻഡമിക് കൊണ്ട് വന്ന ഒരു മാറ്റം. അതിനു മുമ്പൊക്കെ ആയുർവേദക്കാർ പ്രതിരോധം, ഇമ്മ്യൂണിറ്റി എന്നൊക്കെ പറയുമ്പോൾ നമ്മളെപ്പോഴും ഒരു പ്രോബ്ലം സൊല്യൂഷൻ നോക്കുന്ന ആൾക്കാരാണ്. ഒരു അസുഖം വന്നാൽ, ഒരു പ്രശ്നം വന്നാൽ അതിന് സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുക. വരാതിരിക്കാനൊരു സാധനമായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഡോക്ടർ മുമ്പേ സൂചിപ്പിച്ച പോലെ തന്നെ ആയുർവേദ ടെക്സ്റ്റുകളിലൊക്കെ ഏറ്റവും കൂടുതലുള്ള സ്വാസ്ഥ്യവൃത്തം. അത് വെറും രോഗമില്ലാത്ത അവസ്ഥയല്ല, നമ്മൾ വളരെ ഹെൽത്തിൻ്റെ ഡെഫിനേഷൻ തന്നെ ആയുർവേദത്തിൽ രോഗമില്ലായ്മ മാത്രമല്ല, പ്രസന്ന ആത്മേന്ദ്രിയ മന എന്ന് പറഞ്ഞ പ്രശ്നം. അപ്പോൾ ഇതിന് മുമ്പൊക്കെ നമ്മളങ്ങനെ ഒരു പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുമ്പോൾ ഒരു കോട്ട് മാത്രമായിരുന്നു, പ്രാക്ടിക്കലി ആരും ചെയ്യാറില്ല. പാൻഡമിക്കിന് ശേഷം അങ്ങനെ അതുകൊണ്ടാണ് ഈ പുറത്തുനിന്നൊക്കെയുള്ള എൻക്വയറീസും ആൾക്കാരൊക്കെ വരുന്നത്. ആയുർവേദത്തിലാണ് ഈ സിസ്റ്റം കൂടുതലായിട്ട് ശാസ്ത്രീയമായിട്ട് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ മുമ്പേ നമ്മൾ പറഞ്ഞു പോയൊരു വിഷയത്തിനകത്ത് മോഡേൺ ലൈഫ് സ്റ്റൈൽ എന്നൊക്കെ പറയുമ്പോൾ, ഇപ്പോൾ ഒരു ആയുർവേദത്തിനെക്കുറിച്ചുള്ള പഥ്യം മറ്റ് വിഷയങ്ങളെന്നൊക്കെ പറയുമ്പോൾ, ഇപ്പോൾ ഒരു ഏറെക്കുറെ ഡയബറ്റിക് എല്ലാവർക്കും വന്നു, ആൾമോസ്റ്റ് 1/3 എന്നൊക്കെ പറയുന്നൊരു ഡാറ്റയിലേക്ക് എത്തുന്നു. അപ്പോൾ നമുക്കൊരു IT സെഗ്മെൻറ്റിലൊക്കെ വർക്ക് ചെയ്യുന്നവർ പലപ്പോഴും നമ്മളെ ഓൺലൈൻ കൺസൾട്ടേഷനൊക്കെ വിളിക്കുമ്പോൾ അവർ പഥ്യം ഉണ്ടെന്നൊക്കെ ആദ്യം ചോദിക്കും. പക്ഷെ നമ്മൾ പറയുന്നൊരു പഥ്യം ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു കണ്ടിന്യൂസ് സോഫ്റ്റ് ഡ്രിങ്കിൻ്റെ യൂസേജാണ്. കാര്യം അത് സിന്തറ്റിക് ഷുഗറാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഈ വൈറ്റ് ഷുഗറിനെക്കാട്ടിൽ 100 ടൈംസ് ഡേഞ്ചറസ് ആണ്. അപ്പോൾ അത് ഉപയോഗിക്കരുതെന്ന് പറയാതെ ഡയബറ്റിക് ട്രീറ്റ് ചെയ്യുന്ന ആരായാലും, ആയുർവേദം ആയിക്കോട്ടെ, ഏത് സിസ്റ്റം ആയിക്കോട്ടെ, അവർക്ക് സ്ഥിരമായിട്ട് ആ പേഷ്യൻ്റ് വേണം എന്നുള്ളതുകൊണ്ട് പറയുന്നതാണ്. ആളിന് ഡയബറ്റിക് മാനേജ് ചെയ്യാനോ ബെറ്റർ ആക്കാനോ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞേ പറ്റുള്ളൂ. അതാരും പറയാറില്ല. ആയുർവേദക്കാർ മാത്രമേ പിന്നെയും പറയാറുള്ളൂ, ഇന്ന സാധനം ഉപേക്ഷിച്ചേ പറ്റുള്ളൂ. അപ്പം ആയുർവേദയിൽ ഇങ്ങനത്തെ ക്രോണിക് ഡിസീസസിനുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ?
ലൈക്ക് ആസ് ഇൻ ഇപ്പോൾ ഡയബറ്റീസ് ആയിട്ട് ആരെങ്കിലും വരുമ്പം സാറിൻ്റെ അടുത്ത് വരുമ്പോൾ സാർ എന്തായിരിക്കും സജസ്റ്റ് ചെയ്യുക? ലൈക്ക് ആയുർവേദത്തിലേക്ക് ഡയബറ്റിക് രോഗികളുടെ എണ്ണം കൂടി വരിക. കാരണം എന്താ ഇത് ഇപ്പം ഏറ്റവും പുതിയ പോസ്റ്റുലേറ്റ് എന്ന് പറഞ്ഞാൽ ഡയബറ്റിക് ക്യൂറബിൾ ആണ് എന്നാണ് ഏറ്റവും പുതിയ ഡയബറ്റിക് അസോസിയേഷൻ്റെ പോസ്റ്റുലേറ്റ്. ശരിക്കും ഞങ്ങളത് പലപ്പോഴും കാണുന്നുണ്ട്, പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത് ഇല്ലീഗലാണ് ശരിക്കും. അത് ഇപ്പം ഇന്നയൊക്കെ അസുഖം മാറി, ഇപ്പോൾ ഡയബറ്റിക് മാറി. കാരണം ഇതിന് പല സ്റ്റേജുകളുണ്ട്. ഇപ്പം ഞങ്ങൾ പ്രമേഹത്തെ കാണുന്ന ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഇത് ഉണ്ടാകാനുള്ള കാരണങ്ങൾ, പ്രത്യേകിച്ചും ലൈഫ് സ്റ്റൈൽ, ഈ പറഞ്ഞ ആഹാരത്തിലെ ഇതുകൊണ്ട് നമ്മുടെ കഫത്തിൻ്റെ, ഞാനത് കൂടുതൽ ടെക്നിക്കലിലേക്ക് പോകുന്നില്ല, കഫത്തിൻ്റെ അംശമാണ് കൂടുന്നത്, അക്യുമുലേഷൻ വരുന്നത്. എന്ന് വെച്ചാൽ നമുക്കൊരു സാധാരണ ഒരു എന്താ പറയുക മെറ്റബോളിക് ഫ്ലോ ഉണ്ട്, ഒരു ഒഴുക്കുണ്ട്. ഒരു ഫുഡ് അകത്ത് കയറി കഴിഞ്ഞാൽ അത് എൻ്റെ തന്നെ ടിഷ്യൂസ് കോശങ്ങളുടെ അവിടെ എത്തിയിട്ട് സാധനം പുറത്തു പോകാണല്ലോ. അപ്പോൾ അതിനൊരു കണക്കുണ്ട്. ഇപ്പോൾ ഒരു എക്സസൈസും ഇല്ലാണ്ട് ഇതുപോലത്തെ ഫാറ്റ് കൂടുതൽ കഴിക്കുന്ന ഒരാൾക്ക് അത് വ്യത്യാസം വരുന്നു, അക്യുമുലേറ്റഡ് ആവുന്നു, പല ടിഷ്യൂസിലും അക്യുമുലേറ്റഡ് ആവുന്നു. അപ്പോൾ അത് ഇതിൻ്റെ തന്നെയല്ല, കാർഡിയാക് ഇഷ്യൂവിൻ്റെയും ക്യാൻസറിൻ്റെ ഒക്കെ പാത്തോളജിയിൽ ആദ്യം ഉള്ള ഘട്ടം ഇതാണ്. ശരിക്കും ഏറ്റവും ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന, നമുക്കത് അറിയാൻ പറ്റും. ഒരു രോഗിയെ പരിശോധിക്കുന്നതിലൂടെയും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതിലൊക്കെ അറിയാൻ പറ്റും. ആ സമയത്ത് വളരെ എളുപ്പത്തിൽ റിവേഴ്സ് ചെയ്യാവുന്നൊരു കാര്യമാണ് ഈ പറയുന്ന 3 രോഗങ്ങൾ. അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോഴാണ് അതിൻ്റെ മാനേജിനും പ്രോട്ടോക്കോളും ഒക്കെ വ്യത്യാസമാണ്. കാരണം ആയുർവേദത്തിനും പല സ്റ്റേജിലും പല രീതിയിൽ ആയുർവേദം അപ്രോച്ച് ചെയ്യുന്നത്. ആയുർവേദത്തിൽ പറയുന്നുണ്ട് പ്രമേഹം തന്നെ ഈ സഹജമായിട്ടുള്ള പ്രമേഹമുണ്ട്, എന്ന് വെച്ചാൽ ജനറ്റിക് ആയിട്ടുള്ള, അതാണ് ടൈപ്പ് 1 എന്ന് പറയുന്നത്, ഇൻസുലിൻ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള പ്രമേഹം. അത് അസാധ്യമാണെന്നാണ് ആയുർവേദം പറയുന്നത്. ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം അത് ജനറ്റിക് എക്സ്പ്രഷൻ അത് വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ടൈപ്പ് 2 ആണ് ഏറ്റവും കൂടുതൽ, 92% പേർ ഉള്ള പ്രമേഹവും ടൈപ്പ് 2 ആണ്. അതിൽ ആയുർവേദത്തിൻ്റെ റോള് വളരെ കൂടുതലാണ്. വളരെ പ്രത്യേകിച്ചും ഈ പ്രമേഹം എന്നുള്ള ഷുഗർ, അതിൻ്റെ മാരകത്വം ഷുഗറിൻ്റെ കൂടുതലും കൊണ്ടല്ല, മറ്റ് അവയവങ്ങളെ ബാധിക്കുന്നതുകൊണ്ടാണ്. ഡയബറ്റിക് ന്യൂറോപ്പതി, റെറ്റിനോപ്പതി, ഡയബറ്റിക് കാർഡിയോ, അങ്ങനെയുള്ള കുറേ അസുഖങ്ങൾ, നെഫ്രോപ്പതി. അപ്പം അതൊക്കെ അങ്ങനെ ഇതിലേക്ക് പോകാണ്ടിരിക്കാൻ ആയുർവേദത്തിന് പറ്റും. ഇതൊരു അലോപ്പതി ഹോസ്പിറ്റലിൽ പോയിട്ട് നിങ്ങൾ ചോദിക്കില്ല ഡയബറ്റിക് ചെയ്യാൻ പറ്റുമോ, ട്രീറ്റ് ചെയ്യുമോ എന്നുള്ളത്. കാരണം ഇത് നമ്മുടെ ഒരു നിയമങ്ങൾ ഉണ്ടാക്കപ്പെട്ടതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഈ നിയമം വളരെ വർഷങ്ങൾക്ക് മുമ്പ്, ഇപ്പോൾ ആയുഷ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് വരികയും ആയുർവേദവും അങ്ങനത്തെ സിസ്റ്റത്തിനെ പ്രൊമോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് സ്റ്റാൻഡർഡൈസ് ചെയ്യാനും മോണിറ്റർ ചെയ്യാനോ ഒക്കെ ഒരു മിനിസ്ട്രിയും, ആദ്യമായിട്ടൊരു മിനിസ്റ്റർ വന്ന പോലും ഈ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിലാണ്. അപ്പോൾ അതിനു മുമ്പൊരു അങ്ങനെ ഒരു മിനിസ്ട്രി ഇല്ലായിരുന്നു. മൊത്തത്തിൽ ജനറലായിട്ട് എല്ലാം ഹെൽത്ത് കെയറിൻ്റെ ഒരു മിനിസ്റ്ററായിരുന്നു. അപ്പോൾ ഈ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് പോലും ഈ പറയുന്ന പോലെ ആയുർവേദ പ്രോസ്പെക്റ്റീവിലല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഡോക്ടർ സതീഷ് നമ്പൂരിക്കോ അല്ലെങ്കിൽ ധന്വന്തരി വൈദ്യശാലയ്ക്കോ ഒരു 100 പേഷ്യൻറ്റിനെ ഇപ്പം ലൈനായിട്ട് നിർത്താൻ പറ്റും അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട്. ഇപ്പം ഡയബറ്റിക് ഇല്ലാത്തവർ, പക്ഷേ അതവർക്ക് പബ്ലിക്കായിട്ട് പറയാൻ പാടില്ലെന്നാണ് നിയമം. ഇത് മാത്രമല്ല, അങ്ങനത്തെ കുറേ അസുഖങ്ങൾ മാജിക്കൽ റെമഡീസ് ആക്ട് എന്ന് പറഞ്ഞൊരു നിയമമുണ്ട്. അത് നമ്മൾ ക്യൂർ ചെയ്യും എന്ന് പറഞ്ഞാൽ നമുക്ക് നോട്ടീസ് വരും. ക്യൂർ ചെയ്ത് 100 പേര് ഇപ്പുറത്ത് നിൽപ്പുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനത്തെ കാര്യങ്ങൾ ആയുർവേദത്തിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം അല്ലെങ്കിൽ അങ്ങനത്തെ ചോദ്യങ്ങൾ വന്നു തുടങ്ങി. അതിൻ്റെ അടുത്ത അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സേഫർ സിസ്റ്റം അല്ലാതെ ഇപ്പം ഡയബറ്റിക്കിൻ്റെ ഏത് എക്സ്പേർട്ടും ഏത് സിസ്റ്റത്തിൽ, ആയുർവേദത്തിലെ മാത്രമല്ല, നമ്മളൊരു മെഡിസിൻ, പ്രത്യേകിച്ച് മോഡേൺ മെഡിസിൻ ഡയബറ്റീസിൽ സ്റ്റാർട്ട് ചെയ്താൽ നമ്മളതിനകത്ത് മെറ്റബോളിക് ചേഞ്ചസ് ആ ബോഡിയിൽ വരുന്നത്. ഇത് പിന്നീട് ഒരിക്കലും നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. ആയുർവേദത്തിന് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും, പൂർണ്ണമായിട്ടും ആയുർവേദത്തിൻ്റെ സിസ്റ്റം അനുസരിച്ചിട്ട് പോവുകയാണെങ്കിൽ നമുക്കിത് റിവേഴ്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, മറ്റേ മെഡിസിനൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ് ആണ്. നമുക്കൊരു സമയം കഴിയുമ്പം ഡോസേജ് കൂട്ടി പോവുക, ലാസ്റ്റ് ഇൻസുലിൻ എത്തുക. അവിടെ എത്തുന്ന സമയം മാത്രമേ ഉള്ളൂ പ്രശ്നം, എത്തുക എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പ്. ആയുർവേദം പ്രമേഹത്തെ പറയുന്ന മഹാരോഗങ്ങളിൽ പെടുക. എനിക്ക് തോന്നുന്നു ഇപ്പം ആൾക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇൻസുലിനാണ് മരുന്നിനേക്കാളും നല്ലത്, അതെടുത്താൽ മതി എന്നുള്ളൊരു ഇത്. അതും ശരിക്കും എനിക്കൊന്നൊരു ഇൻസുലിൻ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയാണെന്ന് തോന്നുന്നു. അല്ല, ഇതൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പ്രാക്ടിക്കലി ഒരു NGO അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാർ ഒരു ഡാറ്റ എടുത്തൊന്ന് പബ്ലിക്ക് കൊണ്ടുവന്നാൽ മതി. ഈ ഡയബറ്റോളജി അങ്ങനത്തെ സ്ഥലത്ത് പോയി അത് ആർക്കും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ഇത് ഇവിടെ ഡയബറ്റിക്കിൻ്റെ കാര്യം ചോദിക്കെങ്കിലും ചെയ്തു. ക്യാൻസർ ഈ പറഞ്ഞ പോലെ ഇപ്പം നമ്മളൊരു പനി വന്നാൽ പിന്നെ മാറാൻ ബുദ്ധിമുട്ടുള്ളതുണ്ട്. ചില പനികൾക്കൊക്കെ കൂടുതൽ ടൈം എടുക്കും. ഡോക്ടർ തന്നെ പണ്ടൊരു ക്ലാസ് എടുത്തതല്ല 53 ടൈപ്പ് ഓഫ് പനികളെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആയുർവേദത്തിൽ ഈ സാധ്യരോഗങ്ങളുടെ ലിസ്റ്റിലാണ് ആക്ച്വലി ക്യാൻസർ വന്നിരിക്കുന്നത്. പ്രമേഹം വന്നിരിക്കുന്ന അസാധ്യ രോഗങ്ങളാണ്.
അപ്പോൾ ഈ ഡാറ്റ എത്ര പേര് ഡയബറ്റിക് ആയാലും ക്യാൻസർ ആയാലും ഇങ്ങനത്തെ പല സാധനങ്ങളും അപ്പോൾ അലോപ്പതി ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ ഈ ഡാറ്റ എടുക്കുമ്പോൾ 100-ൽ എത്ര പേര് സക്സസ് ആയി, ഇങ്ങനത്തെ സാധനമൊന്നുമില്ല. കാര്യം അവർക്ക് എല്ലാ സാധനവും ടെക്നിക്കലി ഓക്കെയാണ്. പക്ഷേ ആയുർവേദത്തിലാണെങ്കിൽ 100 ക്വസ്റ്റ്യൻസാണ്, ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. നമ്മുടെ ഇത് ധന്വന്തരി വൈദ്യശാലയുടെ മാത്രമല്ല, ആയുർവേദ ഇൻഡസ്ട്രി മൊത്തം ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ്. കേരളത്തിൽ 100 കണക്കിന് ഹോസ്പിറ്റലിൽ ഈ പറയുന്ന പുറത്തു നിന്നൊക്കെ ആൾക്കാർ വന്ന് ട്രീറ്റ് ചെയ്ത് എല്ലാ വർഷവും ഇപ്പം തൊടുപുഴ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ തൊടുപുഴയിലെ നമ്മുടെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സഹദേവനുണ്ട്. ഇദ്ദേഹത്തിനൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു ഇത് ബോംബെയൊക്കെ ഞാൻ നേരത്തെ കൊണ്ടുപോയി കഴിയുമ്പം പുള്ളി ട്രീറ്റ് ചെയ്ത് ടോട്ടലി ക്യൂറായിട്ടുള്ള ഒരു അദ്ദേഹം വന്നു എന്ന് അറിയുമ്പോൾ കാണാൻ വരുന്നവരാണ് ക്യാൻസർ കേസുകൾ. ഇപ്പോൾ എറണാകുളത്ത് കൺസൾട്ടേഷൻ ഉള്ള സമയത്ത് നമുക്ക് കാണാൻ പറ്റും. പേഷ്യൻറ്റിൻ്റെ ലൈൻ കൂടാതെ വെറുതെ ആനുവൽ ഒരു ഫോളോപ്പിനൊക്കെ വരുന്ന പുറത്തു നിന്നുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെ ക്യാൻസർ വളരെ നമ്മൾ ക്യാൻസറിനകത്ത് മരിച്ചു പോകുന്ന കേസുകളുണ്ട്. അത് മുമ്പേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഈ പല പല അസുഖങ്ങൾ വന്ന് മരിച്ചു പോകുന്നവരുണ്ട്. പക്ഷേ ആയുർവേദത്തിൽ എത്രമാത്രം ചെയ്യാൻ പറ്റും എന്നുള്ള സാധനം മാത്രം നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റാത്തൊരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്. ഇതൊന്ന് കമ്പാരിറ്റീവ് എഫിക്കസി, ഏതാണ് എഫിഷ്യൻറ്റ് സിസ്റ്റം, ഏതാണ് റിസ്ക്, അതാണ് മെഡിക്കൽ വേൾഡ് നോക്കുന്നത്. അപ്പോൾ ആ ലെവലിൽ ആയുർവേദത്തിന് നല്ല മെറിറ്റ് ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, അഗെയിൻ ഇപ്പോഴത്തെ ഇപ്പോൾ പ്രമേഹത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞത് ടൈപ്പ് 1 പ്രമേഹം അസാധ്യമാണെന്ന് തോന്നുന്നു. ടൈപ്പ് 2 പ്രമേഹം പലതും സാധ്യമാണ്. പക്ഷേ അത് നമുക്ക് എന്താ പറയുക, ആ പോസ്റ്റുലേറ്റ് നമുക്ക് പറയാൻ പറ്റില്ല, പബ്ലിഷ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു രോഗിയോട് പോലും നമുക്ക് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ചും കാരണം നിങ്ങൾക്ക് മാറും എന്ന് പറയാൻ പറ്റില്ല. കാരണം അതൊരു ജലദോഷമാണെങ്കിൽ പോലും നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ മാറാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ്, സൈഡ് എഫക്റ്റുള്ള സാധ്യത ഏറ്റവും കുറവാണ്. അതെന്തായാലും പറയാൻ പറ്റും ആയുർവേദത്തിന്. ഇപ്പോൾ സാർ നേരത്തെ പറഞ്ഞ പോലെ പുറത്തുനിന്നുള്ള ആൾക്കാർ വന്ന് ട്രീറ്റ് ചെയ്യുമ്പം അതൊരു എക്സാമ്പിൾ ആവുന്നെന്ന് സാർ. അപ്പം പുറത്തുള്ള ആൾക്കാർക്കാണോ ആയുർവേദയോട് കൂടുതൽ ഇൻട്രസ്റ്റ്, അത് നമ്മുടെ നാട്ടിലെ ആൾക്കാർ വെച്ച് നോക്കുമ്പോൾ? ഇപ്പോഴത്തെ ഒരു ആക്ച്വൽ സിനാറിയോ വെച്ചിട്ട് കേരളത്തിന് പുറത്തുനിന്ന് എന്തായാലും ഉറപ്പായിട്ടും പറയാം. ഇപ്പം റീസെൻ്റായിട്ട് നമ്മൾ വേറൊരു പർപ്പസിന് ഒരു സർവേ ചെയ്തപ്പം ബാംഗ്ലൂർ IT ഹബ്ബിൽ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടികളും പാരസെറ്റമോളോ ഡോളയോ ക്രോസിനോ ഒന്നും ഉപയോഗിക്കാറില്ല. കാര്യം അവർ ഈ ഇൻ്റർനാഷണൽ സ്റ്റഡീസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കുണ്ടാകാവുന്ന പ്രശ്നങ്ങൾ, ഇൻറ്റേർണൽ ഓർഗാൻസിനുണ്ടാകുന്ന പ്രശ്നം. അവർ ആൾട്ടർനേറ്റീവായിട്ടുള്ള അല്ലെ സേഫായിട്ടുള്ള സാധനം ആണ്. ഇപ്പം അവിടെ ഏറ്റവും കൂടുതൽ ആയുർവേദ മരുന്നുകളാണ് ഈ ആൾക്കാർ ഉപയോഗിക്കുന്നത്. കാര്യം അവരൊരു ലൈഫ് സ്റ്റൈലിൻ്റെ പ്രശ്നം കൊണ്ട് കോൾഡ് ഫീവർ ഫ്രീക്വൻ്റ് ആണ് അവർക്ക്. പക്ഷേ അതുകൊണ്ട് തന്നെ ഇത് സ്ഥിരം പാരസെറ്റമോൾ കഴിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. ഇതേപോലെ തന്നെ ഇപ്പോൾ കോസ്മെറ്റിക് ഏരിയയിലും ഒരു 1-2 വർഷം മുമ്പ് വരെ ഒരു സ്കിൻ ടോണിന് ഉപയോഗിക്കുന്ന ക്രീം മറ്റതൊക്കെ പുറത്തുനിന്നും എല്ലാ വലിയ വലിയ ബ്രാൻഡുകൾ വരുമായിരുന്നു. അത് എക്സ്റ്റേണൽ ആണല്ലോ, പ്രശ്നമില്ലല്ലോ എന്ന് ധരിച്ചിരിക്കുന്ന സമയത്താണ് ഈ പറഞ്ഞ പോലെ പല സയൻറ്റിഫിക് ഫൈൻഡിങ്സും വന്നത്. നിങ്ങൾ സ്ഥിരമായിട്ട് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇന്ന കണ്ടൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കിഡ്നിക്ക് പ്രശ്നമാണ് എന്ന് പറഞ്ഞ അവസ്ഥയിൽ ഇപ്പോൾ ഒരു യങ് ജനറേഷൻ കോസ്മെറ്റിക്സ് മൊത്തം ഹെർബൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ വരെ കെമിക്കൽ കോസ്മെറ്റിക് ഉണ്ടാക്കിയിരിക്കുന്ന കമ്പനികൾ അവർ ഹെർബലിൻ്റെ കൂടെ ലൈസൻസ് എടുത്തു. പക്ഷേ ജെന്യൂനായിട്ട് ഹെർബൽ കോസ്മെറ്റിക്സ് ഉണ്ടാക്കുന്നവർ ആ മാർക്കറ്റിലേക്ക് എത്തിയിട്ടുമില്ല. അവർ ട്രീറ്റ്മെൻറ്റ് സെൻറ്റേഴ്സിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുറത്തു നിന്നുള്ള ആൾക്കാർക്ക് വേറെയും കുറേ റിസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഡോക്ടറെ ഓൺലൈനിൽ വീഡിയോ കോളിലൊക്കെ കൺസൾട്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ പണ്ടൊരിക്കൽ വിസിറ്റിന് വന്നോ നമ്മുടെ അവിടെ ധന്വന്തരിയിൽ ട്രീറ്റ്മെൻറ്റ് എടുത്ത് മാറിയിട്ടുള്ള ആൾ പറഞ്ഞതിൻ്റെ കെയർ ഓഫിലൊക്കെ മേ ബി ക്യാൻസർ അല്ലെങ്കിൽ ഒരു CVD അങ്ങനത്തെ കേസുകളൊക്കെ ആകുമ്പോൾ അറിയാമല്ലോ. ഇങ്ങനത്തെ അങ്ങനെ വരുമ്പോൾ അവർക്കത് ഒരുപക്ഷെ ഡോക്ടർ ചിലപ്പോൾ സജസ്റ്റ് ചെയ്യും നിങ്ങൾക്ക് ഇത് മരുന്ന് കൊണ്ട് മാറാവുന്നതാണ് എന്ന് പറയുമ്പോൾ, പക്ഷേ അവരുടെ ഒരു കൺട്രിയിൽ ഈ മരുന്ന് എത്തിക്കാൻ പിന്നെയും ചലഞ്ചാണ്. അതിലും ഈസിയാണ് അവർക്ക് ഇവിടെ വന്നങ്ങ് ചെയ്യാവുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 2009 മുതൽ മലേഷ്യയിൽ നിന്ന് വരുന്നൊരു ഫാമിലി ഉണ്ട്. അവരൊരു ആരോ പറഞ്ഞിട്ട് ആദ്യത്തെ പ്രാവശ്യം വന്നു, ഹസ്ബൻഡ് ആൻഡ് വൈഫ് വന്നു. സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് വൈഫിനുണ്ടായിരുന്നു, ഹസ്ബൻഡിനും ബാക്ക് പെയിൻ പോലത്തെ ഇഷ്യൂസ്. തുടരെ വന്ന് ഏകദേശം ഒരു 14 ദിവസം 15 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും ടോട്ടലി ഓക്കെ ആയി. ഇന്നിപ്പോൾ 25 ആവുന്നു. എല്ലാ വർഷവും അവർ വരുന്നുണ്ട്. അവരുടെ കൂട്ടത്തിൽ അഡീഷണൽ ഒരു ഫാമിലിയോ അവരുടെ ഫാമിലി റിലേറ്റീവ്സോ ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു മലേഷ്യയിൽ തന്നെ നമുക്കൊരു 10-100 പേര് ലൈവായി എല്ലാ വർഷവും വരുന്നവർ. ഇങ്ങനെ പല സ്ഥലങ്ങളിൽ എനിക്ക് തോന്നുന്നു UK ഒരു ഇതിൻ്റെ മേയറുണ്ടായിരുന്നു.
ആൾ ഇന്ത്യൻ ഒറിജിനാണ്, പക്ഷേ അവിടുത്തെ മേയറായിരുന്നു. അപ്പോൾ ഒരിക്കൽ എന്തോ ഒരു മരുന്ന് അദ്ദേഹം എനിക്ക് തോന്നുന്നു 2017 മരിച്ചു പോയി കഴിഞ്ഞപ്പോഴും അദ്ദേഹത്തിൻ്റെ മകൻ നമ്മളെ വിളിച്ചറിയിച്ചു, അച്ഛൻ മരിച്ചിരുന്നു, ധന്വന്തരി പറയണമെന്ന് പറഞ്ഞിരുന്നു. ഇത് പണ്ടൊരിക്കൽ ഗവൺമെൻറ്റിൻ്റെ ഡെലിഗേറ്റായിട്ട് ഇവിടെ വന്ന സമയത്ത് ആക്സിഡൻ്റലി പുള്ളി ധന്വന്തരിയായിട്ട് മീറ്റ് ചെയ്യുകയും പുള്ളിയുടെ മകനൊരു ചെറിയ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു ഒരു 2-3 ഇയേഴ്സ് ഡോക്ടർ സതീഷ് നമ്പൂതിരിയുടെ കൺസൾട്ടേഷനിലാകുകയും പുള്ളി നമ്മൾ പറയത്തില്ലേ, അല്ലെങ്കിൽ ഹോപ്പ് ഉപേക്ഷിച്ചൊരു അച്ഛന് ആ മകനെ തിരിച്ചു കിട്ടുന്നൊരവസ്ഥയാണ്. ഇത് സംഭവിച്ച് എനിക്ക് തോന്നുന്നു ഒരു 20 വർഷം മുമ്പ് കണ്ട. അപ്പോൾ ഈ 2017 വരെ ആ ബന്ധം നമുക്ക് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഏത് സ്ഥലം എടുത്താലും റഷ്യയിൽ നിന്ന് നമുക്കുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടുതൽ ഇങ്ങോട്ട് വരികയൊക്കെ ചെയ്യുന്നത് ഈ പറയുന്ന പോലെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് ഈ മെഡിസിനൊക്കെ അങ്ങോട്ട് അയച്ചു കൊടുക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അത് വരുന്നത്. പക്ഷേ അവിടെ കാരണം കൃത്യം ഒരു നോ എന്ന് പറഞ്ഞാൽ നോയാണ്, ഇതിന് ട്രീറ്റ്മെൻറ്റ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസറാണ്, ടെസ്റ്റ് ചെയ്തു, ഓക്കെ, പിന്നെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് എന്ന് പറയുന്ന ആ സിസ്റ്റത്തിൽ നിന്ന് മാറി നമുക്ക് ഏത് അസുഖമാണെങ്കിലും നമുക്ക് ശ്രമിക്കാം. പിന്നെ ഫർദർ എന്തായാലും കോംപ്ലിക്കേഷൻ വരില്ല എന്നുള്ള ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും. അപ്പോൾ കേരളത്തിൽ ഇപ്പോഴും ആ ഒരു രീതിയിൽ അത് ഈ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് റിസൾട്ട് വേണം, അല്ലെങ്കിൽ ഭയങ്കര കോസ്റ്റ്ലിയാണ്, അല്ലെ പഥ്യം പറയും, ഇങ്ങനത്തെ 3-4 കാരണങ്ങൾ കൊണ്ടാണ് പക്ഷേ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇപ്പോഴും ഇത്രയൊരു ഇപ്പം നമ്മുടെ തൊടുപുഴ ഹോസ്പിറ്റലിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ അതൊരു 120 ബെഡ് ഹോസ്പിറ്റലാണ്. എനിക്ക് തോന്നുന്നു ഒരു മോർ ദാൻ 70% ഔട്ട് ഓഫ് കേരള എന്നുള്ളത്. അല്ല, ഇപ്പോഴത്തെ കുറേ മോഡേൺ ആയിട്ടുള്ള രീതിയിൽ ആയുർവേദ കുറേ സെൻറ്റേഴ്സ്, സ്പാ സെൻറ്റേഴ്സ് കാര്യങ്ങളൊക്കെ എല്ലാവരും ഈ സ്പാ സെൻറ്റേഴ്സ് എന്ന് വിചാരിക്കുന്നത് ആയുർവേദ എന്നുള്ള രീതിയിൽ തന്നെ വിചാരിക്കണേ. പക്ഷെ ഇപ്പോഴത്തെ അതെന്താണ് ഡിഫറൻസ് എന്താണ്? ഇപ്പോൾ മോഡേൺ കുറേ രീതിയിൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള അതിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസ്, അതിൻ്റെ മെത്തേഡ്സ്. സ്പായുടെ കൺസെപ്റ്റും മാനേജ്മെൻറ്റും എൻ്റയർലി ഡിഫറെൻറ്റാണ്. ഇപ്പോൾ അവർക്ക് ഹോട്ട് സ്റ്റോൺ, ലിംഫാറ്റിക് ഡ്രെയിനേജ് അങ്ങനെയൊക്കെയുള്ള ട്രീറ്റ്മെൻറ്റ്സാണ് അവർക്കുള്ളത്. അത് അവർ ആ രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ട് വരുന്നതാണ്. പക്ഷേ സ്പായ്ക്ക് ഉപയോഗിക്കുന്ന മെഡിസിൻസിൽ ആയുർവേദം ഉപയോഗിക്കാം. ഞങ്ങൾക്കൊരു 5 സ്പാ പ്രൊഡക്റ്റുകളുണ്ട്. സ്പായിൽ ഉപയോഗിക്കാവുന്ന ആയുർവേദ പ്രൊഡക്ട്സ്, ആയുർവേദത്തിൻ്റെ ഫോർമുലേഷൻസ്. അല്ലാണ്ട് അത് തമ്മിൽ ബന്ധമൊന്നുമില്ല. ഓക്കെ. അല്ല, എല്ലാവരും ഒരു കൺസെപ്റ്റ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പാ എന്ന് പറയുന്നത് ആയുർവേദ ട്രീറ്റ്മെന്റ് ആണ് വിചാരിക്കുന്നത്, ആയുർവേദയാണെന്നുള്ള രീതിയിൽ അത് ഇപ്പോൾ കംപ്ലീറ്റ് മിസ്കൺസെപ്ഷൻ ആണ് സത്യം പറഞ്ഞാൽ. ആണ്. പക്ഷേ ഞാൻ പറയാം, ഇപ്പോൾ ആയുർവേദത്തിന് ഇപ്പം യോഗ ആയുർവേദത്തിൻ്റെ പ്രിൻസിപ്പിൾസുമായിട്ട് പോകുന്നൊരു ഞങ്ങൾ ഫോളോ അപ്പ് എല്ലാം യോഗ പഠിപ്പിച്ചിട്ടാണ് വിടാറ്. ഒരു എന്താ നടുവേദന രോഗി വരുവാണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഇവരെ യോഗ എക്സസൈസ് ചെയ്യാൻ പറഞ്ഞ് പഠിപ്പിച്ചാൽ വിടാറ്. അപ്പം അങ്ങനെ കമ്പാറ്റബിളാണ്. അതുപോലെ ഒന്നാണ് സ്പായും, സേഫാണ്. വേറെ വലിയ കാരണം അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് കൂടുതൽ അറിയില്ല. പക്ഷേ സ്പാ സെൻറ്ററുകൾ ഞങ്ങൾ മരുന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ. നമ്മുടെ തന്നെ സ്പാ സെൻറ്റേഴ്സ് അല്ലേ? അല്ല, പുറത്തുള്ള അങ്ങനെയും കൊടുക്കുന്നുണ്ട്. നമ്മുടെ മരുന്നുകൾ ഫോർ എക്സാമ്പിൾ ക്ലബ് മഹേന്ദ്രയുടെ പ്രീമിയം സെൻറ്റേഴ്സിലെല്ലാം അവർ ഓയിൽസ് വാങ്ങിക്കുന്നത് നമ്മുടെയാണ്. പിന്നെ ഒരു പ്രീമിയം, അത് ക്ലബ് മഹേന്ദ്രയെക്കാട്ടി ഒരു മേളത്തെ കാറ്റഗറി ഉള്ളതാണ് സോഹം എന്ന് പറയുന്നൊരു ഗ്രൂപ്പുണ്ട്. അവരിപ്പം ഫോർ എക്സാമ്പിൾ റാഡിസൺ അങ്ങനത്തെ സ്ഥലത്ത് ഈ സ്പായും ആയുർവേദം ഒക്കെ ചെയ്യുന്ന ടീമാണ്. അവർക്കും ഓയിൽസ് നമ്മുടെ അങ്ങനെ കുറേ ബ്രാൻഡ്സ് ഉണ്ടാവും. പിന്നെ ഞാൻ കേട്ട പോലെ തന്നെ ഇപ്പോൾ ഓയിൽസ്, സ്മെല്ലില്ലാത്ത ഓയിൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഏതൊരു പേഷ്യൻറ്റിൻ്റെ അതിൻ്റെ കാര്യങ്ങൾ. അത് നമുക്കൊരു റിക്വയർമെൻറ്റ് വന്നത് ഇത് പറഞ്ഞ പോലെ 2 റിസോർട്ടൊക്കെ ഉള്ളൊരു വ്യക്തിയായിരുന്നു കാനഡയിൽ നിന്ന് വന്നത്. അതും വേറെ ടൂറോ എന്തോ ഇതുമായിട്ട് വരികയും നമ്മുടെ സ്ഥലത്ത് വരികയും ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്യാനൊക്കെ പറ്റി. അപ്പോൾ പുള്ളിയുടെ ഒരു ക്ലയൻസിൻ്റെ ഒക്കെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു VVIP ക്ലയൻസൊക്കെ വരുമ്പോൾ പുള്ളി പറഞ്ഞത് ഈ ഗ്രീസിനെസ് ഓയിലിൻ്റെ കാര്യം. ഇതിൻ്റെ റിസൾട്ട് പുള്ളിക്കറിയാം, പക്ഷേ ഉപയോഗിക്കുന്നവർക്ക് ഇതിൻ്റെ ഗ്രീസിനെസ്സും പിന്നെ ഇത് കുറച്ചുകൂടെ സ്മെൽ ക്യാരി ഫോർവേഡ്. അപ്പോൾ നമ്മളത് കഴിഞ്ഞിട്ട് കുളിച്ചാലും ഒക്കെ മേ ബി 24 hours ആ സ്മെല്ലൊക്കെ ബോഡി, കാര്യം ഇത് സ്കിൻ മൊത്തം പെനിട്രേറ്റ് ചെയ്യുന്ന രീതിയാണല്ലോ. അപ്പോൾ ആ സമയത്ത് ഡോക്ടർ പിന്നെ ഡെവലപ്പ് ചെയ്തതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഫൈറ്റോ കെമിസ്ട്രി ഒന്നും മാറ്റാതെ തന്നെ നമ്മൾ കൊടം ചുക്കാതെയോ അല്ലെങ്കിൽ ധന്വന്തരം കുഴമ്പെന്നൊക്കെ പറയുന്ന സംഭവം സെയിം ഫോർമുലേഷൻസ് അതിൻ്റെ വിസ്കോസിറ്റിയൊക്കെ മാറ്റി സ്മെല്ല് മാസ്ക് ചെയ്ത് നമ്മളന്ന് ട്രയൽസ് എടുത്തിരുന്നു. അപ്പോൾ അത് എത്ര നാളെടുത്തു ആ ഒരു പ്രോസസ്സിന്? അത് ഏകദേശം 1 വർഷത്തോളം എടുത്തല്ലേ റിസർച്ച്. അതിനകത്ത് ഫാറ്റ് മാറ്റുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഫാറ്റാണ് ഗ്രീസിനെസ് ഉണ്ടാക്കുന്നത്. അല്ല, അത് ഇപ്പോൾ ഈ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആയുർവേദത്തിൻ്റെ
ഡോക്ടറിൻ്റെ ഒരു ലൈൻ ഓഫ് ആരാണ്ടി ഉണ്ട്. അപ്പോൾ ഇതൊരു ഓയിൽസിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നമ്മൾ നോർത്തിൽ ഗുജറാത്തിലൊക്കെ നമ്മുടെ ഓൺ ഒരു സെൻ്ററുണ്ട് ഗുജറാത്തിൽ ബറോഡയിൽ. അതല്ലാതെ തന്നെ അവിടുന്ന് കുറേ ഡോക്ടറൊക്കെ ഇവിടെ കൺസൾട്ടേഷൻ വരുമ്പോൾ നമ്മൾ CME ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറേ ഡോക്ടർമാർ നമ്മുടെ മരുന്നുകളൊക്കെ എടുക്കാം. പക്ഷേ ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ പൊതുവെ, പക്ഷേ സ്പെസിഫിക് ആയിട്ട് ഗുജറാത്ത് മാർക്കറ്റിൽ കയ്പ്പ് വലിയ പ്രശ്നമാണ്. അപ്പോൾ നമ്മുടെ എല്ലാ കഷായങ്ങളും കയ്പ്പാണ്. അപ്പം പക്ഷേ ആയുർവേദത്തിൽ പ്രത്യേകിച്ച് കേരള സിസ്റ്റം ഓഫ് മെഡിസിൻ ധന്വന്തരിയുടെ ഒരു സിസ്റ്റത്തിൽ കഷായ ഒരു കീ ഇതാണ്, പ്രത്യേകിച്ച് ക്യൂരേറ്റീവ് ലെവൽ. അപ്പോൾ അവിടെ നമുക്ക് ഒരു ചലഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ തന്നെ നമ്മൾ കുറച്ചൊക്കെ ടാബ്ലറ്റും ഇതിലൊക്കെ പോയെങ്കിലും ഇതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു ജർമ്മനിയിൽ നിന്നൊരു അസോസിയേഷൻ വന്നു. അവിടെ ഒരു ലീഡിങ് ബ്രാൻഡിൻ്റെ CEO ഒക്കെയാണ്. അവർ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് നടത്തുന്നുണ്ട്. അവർക്കൊരു ഹെൽത്ത് ഡ്രിങ്ക് വേണമായിരുന്നു. പ്യൂർലി ആയുർവേദമായിരിക്കണം, പക്ഷേ പാലേറ്റീവ് ആയിരിക്കും. അവിടെ ഒരു ഹെൽത്ത് കോൺഷ്യസിൻ്റെ ഒരു നല്ല റൈസ് ഉണ്ട്. അതുകൊണ്ട് ടീയും കോഫിയും മാറ്റിയിട്ട് ഒരു ആയുർവേദിക് സാധനം കൊടുക്കാൻ വേണ്ടിയായിരുന്നു. അത് നമ്മൾ ഡോക്ടർ എനിക്കൊന്ന് മേ ബി 6 months വേറെ 1-2 സയൻറ്റിസ്റ്റിൻ്റെ ഒക്കെ ഹെൽപ്പ് വാങ്ങിച്ചിട്ട് നമ്മൾ പ്യുവർ കഷായം, അതും ഒരു 3 ടൈമിലേക്കുള്ളത്, അതായത് മോർണിംഗ് ടീ കോഫിക്ക് പകരം കൊടുക്കാവുന്നൊരു കഷായം. ഇതിനെ ശരിക്കും നമ്മൾ ഗ്രീൻ ടീ പോലെ ആ റേഞ്ചിലേക്ക് മാറ്റി. അത് സാഷയോ അല്ലെങ്കിൽ ഡ്രോപ്സോ ഒക്കെ ആയിട്ട് ചെയ്യാമോ. ഡേ ടൈമിൽ ഒരു എനർജി ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഡ്രിങ്ക്. ആഫ്റ്റർ സൺസെറ്റ് ലേറ്റ് ഈവനിങ്ങിലൊക്കെ നമ്മൾ അറിയത്തില്ല, ഒരു റിലാക്സ് ആയിട്ടൊന്ന് നല്ല ഉറക്കം വരാൻ വേണ്ടി 3 സംഭവം എന്നിട്ട് അത് നമ്മൾ ഹ്യൂമൻ സെൽ ടെസ്റ്റൊക്കെ ചെയ്തു, ഇവർക്ക് കൊടുത്തു. അണ്ടർ പ്രോസസ്സാണിത്. കാര്യം അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ അത് ശരിക്കും കഷായം. ഇപ്പോൾ നമ്മൾ ഓയിൽ എക്സ്പെൻസീവ് ആണോ അപ്പം? അങ്ങനല്ല, ഞാൻ ആ റീസെർച്ച് ഉള്ളതുകൊണ്ട് ഞാൻ അല്ല, റിസർച്ചിനെക്കാട്ടിലുപരി ഇത് എക്സ്പെൻസ് വരുന്ന കൂടുതലും പാക്കേജിങ്ങിലൊക്കെ ആയിരിക്കും. നമുക്കൊരു കമ്പാറ്റബിൾ പാക്കേജിങ് കൊണ്ടുവരണം. പിന്നെ ഇതിൻ്റെ സേഫ്റ്റി ടെസ്റ്റുകളൊക്കെ വളരെ എക്സ്പെൻസീവ്. കാര്യം ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്. ഇപ്പോൾ ജർമ്മനി എന്ന് പറഞ്ഞാൽ ജർമ്മനിയിലേക്ക് ഒരു സാധനം നമുക്ക് ഇൻടേക്ക് ചെയ്യുന്ന ഏത് സാധനം അയക്കണമെങ്കിൽ ജർമ്മൻ ഗവൺമെൻറ് അക്രഡിറ്റഡിൻ്റെ ഒരു ലാബുള്ളത് ബാംഗ്ലൂരാണ്. ആ ലാബിൽ ടെസ്റ്റ് ചെയ്യണം. ഓരോ രാജ്യത്തിനും അങ്ങനെ അതിൻ്റെ റൂൾസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ടെസ്റ്റുകൾക്കുള്ള ചാർജുകളും കാര്യങ്ങളും അല്ല, നമ്മളത് കൊമേഴ്സ്യലി പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല, അവർക്ക് വേണ്ടി നമ്മൾ ചെയ്തതാണ്. പക്ഷേ ഇറ്റ് ഈസ് നമ്മൾ വരുന്നില്ല. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വരുന്നില്ല. ഇപ്പോൾ എനിക്ക് ഇന്ന് വരെ മനസ്സിലാകാത്തൊരു കൺസെപ്റ്റ്, ഈ ഗ്രീൻ ടീ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഹെൽത്തി ആവുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇറ്റ് ഈസ് അനദർ ടീ. അപ്പം ടീയോ കോഫിയോ എന്നുള്ളതിനേക്കാട്ടിൽ ഇപ്പോൾ ഈ പറയുന്ന സംഭവം നമ്മുടെ ഒരു എന്തെങ്കിലും ഡ്രിങ്ക് കുടിക്കണം എന്നുള്ള, ഇപ്പോൾ രാവിലെ കോഫിയോ ടീക്കോ പകരം അതിനെ അറ്റൻഡ് ചെയ്യുകയും ചെയ്യും. ഇറ്റ്സ് എ ഹെൽത്തി തിങ്. ഇപ്പം നൈറ്റിലൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു കമ്പ്യൂട്ടറൊക്കെ പണ്ട് ചെയ്യുന്ന പോലെ സിസ്റ്റം ഷട്ട് ഡൗൺ പോലെയാണല്ലോ ബോഡി. സൺസെറ്റിന് ശേഷം എല്ലാ ഓർഗാൻസും ഷട്ട് ഡൗൺ, നമ്മുടെ എൻസൈംസ് പ്രൊഡക്ഷൻസ് ഇങ്ങനെ പതുക്കെ നിൽക്കുന്നു. ഒരു ക്ലോക്ക് ഉണ്ട് ശരീരത്തിൽ, ആനുവൽ ഡെയിലി, അങ്ങനെ ഒരു ക്ലോക്ക്. പിന്നെ അതിനെ കോംപ്ലിമെൻ്റ് ചെയ്യുകയും അതിനെ എൻഹാൻസ് ചെയ്യുകയും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാധനം ഒരു ടീ കോഫിക്ക് പകരം വന്നാൽ ഇറ്റ് ഇസ് ഇന്നോവേഷൻ. സ്പോർട്സിൻ്റെ മെഡിസിൻസോ അല്ലെങ്കിൽ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും മെഡിസിൻ, പെട്ടെന്ന് ക്യൂർ ചെയ്യാൻ പറ്റുന്ന മെഡിസിൻസ് അങ്ങനെ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ട് ഉണ്ടോ? വളരെ ആക്സിഡൻ്റലായിട്ടാണ് ഈ സ്പോർട്സ് മെഡിസിൻ്റെ ഏരിയയിലേക്ക് ധന്വന്തരി വന്നത്. അവിടെ ഒരു ഫുട്ബോളിൻ്റെ ഒരു കോച്ച്, അദ്ദേഹം അന്തരിച്ചു പോയി. പുള്ളി ട്രീറ്റ്മെൻറ്റിന് വന്നു കഴിഞ്ഞപ്പം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള 2 ഫാസ്റ്റ് ബോളേഴ്സും പിന്നെ ഒരു സ്പിൻ ബൗളറും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ്. ഫുട്ബോളും പിന്നെ ക്രിക്കറ്റും ഉണ്ട്. അപ്പോൾ അവരുടെ പെർഫോമൻസ് എന്ന് വെച്ചാൽ ഒന്ന് സ്പോർട്സ് ഇഞ്ചുറി ഉണ്ടായിരുന്നു. പിന്നെ ഇവർ 3 പേരും അവിടെ വന്നിട്ട് അന്നാണ് ശരിക്കും നമ്മൾ സ്പോർട്സ് മെഡിസിനിൽ ആയുർവേദത്തിൻ്റെ ഞങ്ങൾ പരീക്ഷിച്ച് നോക്കിയത്. ശരിക്കും അവരുടെ ഈ ഫാസ്റ്റ് ബൗളിങ്ങിൻ്റെ അവർക്ക് ടേൺ ചെയ്യില്ല, സ്വിങ് ചെയ്യില്ല, ഇൻ സ്വിങ്ങർ ഔട്ട് സ്വിങ്ങർ, അത് വളരെയധികം ബെറ്ററായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റി. പിന്നെ സ്പിന്നിനാണെങ്കിലും കുറേ കൂടെ കൺട്രോൾ കിട്ടി. അവർക്ക് ഷോൾഡറിലൊക്കെ പെയിൻ വന്നിട്ടാണോ വന്നത്? അതെ, ഒരാൾക്ക് സ്പോർട്സ് ഇഞ്ചുറി ആയിട്ട് വന്നതാണ്. എന്നിട്ട് ഇയാളുടെ പെർഫോമൻസ് ബെറ്റർ ആയതുകൊണ്ട് അടുത്ത ആൾ വന്നതാണ്, അങ്ങനെ വന്നതാണ്. ശരിക്കും അതിൽ നിന്ന് മനസ്സിലായെന്ന് വെച്ചാൽ ഇപ്പോൾ സ്പോർട്സ് മെഡിസിന് സാർ നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ ഇഞ്ചുറി മാനേജ്മെൻറ്റാണ്, സ്പോർട്സ് ഇഞ്ചുറികൾ മാനേജ് ചെയ്യുക. പക്ഷേ ഇത് അവരുടെ പൊട്ടൻഷിയേഷൻ എന്ന് പറയുന്ന സംഭവമുണ്ട്. എന്ന് വെച്ചാൽ അവർ ഉള്ള പെർഫോമൻസ് അല്ലെങ്കിൽ അത് ഓരോ ജോയിൻസിൻ്റെയും മസിൽസിൻ്റെയും മൂവ്മെൻറ്റ്സും കോർഡിനേഷനും ആണല്ലോ അത്. അപ്പോൾ അത് നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റും. അതൊരു പുതിയ സാധ്യതയായിട്ട് കണ്ടു. ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട PT ഉഷയുടെ സ്കൂളുണ്ട്, PT ഉഷ അത്ലറ്റിക്സ് സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് കോഴിക്കോട്ടടുത്ത്. അപ്പോൾ അവിടെ ഇതുപോലെ അവർ
സമീപിച്ചു. ഞങ്ങളവിടെ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എന്നിട്ട് നമ്മൾ 3-4 വർഷത്തോളം ഉണ്ടായിരുന്നു. അപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുട്ടികളെ റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ആയുർവേദ ഡോക്ടറും കാണും. ഓക്കെ. എന്നിട്ട് അവരെ തുടക്കം മുതലൊരു ഫയൽ അവർക്കുണ്ടാവും. ഇപ്പോൾ ഇവരുടെ ഇഞ്ചുറീസ്, ഇവരുടെ ബ്ലഡ് റിപ്പോർട്ടുകൾ, ഇവരുടെ എന്താ പറയുക എൻഡുറൻസ്, അതുപോലെ സ്റ്റാമിന, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പല ക്രൈറ്റീരിയകളിൽ വെച്ചിട്ട് ഓരോന്നും ഇപ്പോൾ ഉള്ള മെഡിസിൻ തന്നെ നമ്മൾ ഉപയോഗിച്ച് തുടങ്ങി. പിന്നെ സ്പോർട്സുകാർക്ക് ഈ നമ്മുടെ പ്രത്യേകിച്ചും കേരളത്തിലെ സ്പോർട്സുകാരുടെ മെയിൻ ഇഷ്യൂ എന്ന് വെച്ചാൽ എൻഡ്യൂറൻസ് ബാക്കിയുള്ളവരെ പോലെ കിട്ടാറില്ല പലവരിലും. അപ്പോൾ അത് ബെറ്റർ ആക്കാനുള്ള മെഡിസിൻ നമ്മൾ R&D ഉണ്ടാക്കി. അത് അവർക്ക് ആ കുട്ടിയെ കൊടുത്തു. ഇവരുടെ സയൻറ്റിഫിക് ആയിട്ടുള്ള റെസ്പോൺസുകൾ എല്ലാം, കാരണം അവർക്ക് ഓൾറെഡി ഇതെല്ലാം ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ മെഡിസിൻ കൊടുത്തു, അതിന് മുമ്പുള്ളതും പിമ്പുള്ളതും അങ്ങനെയുള്ള ഒരു സ്റ്റഡി നടത്തി. അങ്ങനെ ഒരു 4 വർഷം കൊണ്ട് നമുക്കൊരു അവയർനെസ് സ്പോർട്സ് മെഡിസിനിലുണ്ടായി. ഓക്കെ. അപ്പോൾ നമ്മൾ സ്പോർട്സ് ഇഞ്ചുറി, അവരുടെ പൊട്ടൻഷിയേഷൻ, ഈ 2 ഏരിയകളിലാണ് നോക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ഈ സ്പോർട്സ് മെഡിസിൻ്റെ കാര്യം നമ്മൾ പി ടി ഉഷ സ്കൂളിൽ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ പുറത്തു നിന്നുള്ള, എസ്പെഷ്യലി നോർത്ത് ഇന്ത്യയിൽ നിന്നാണ്, ഡൽഹി ബേസ്ഡ്, പൂനെയിൽ ഒക്കെ കുറച്ച് പേര് നമ്മൾ സമീപിച്ചിരുന്നു. അവരുടെ ശരിക്കുള്ള റിക്വയർമെൻറ്റ് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ സ്പോർട്സ് ഇഞ്ചുറീസും ഇൻഷുറൻസും ഒക്കെ ഉണ്ടാകും. അതോടൊപ്പം തന്നെ നമ്മൾ ഈ സ്കൂൾ കോളേജ് ലെവലിലുള്ള അത്ലറ്റിക്സ് മീറ്റുകളൊക്കെ നടക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു പെൺകുട്ടികളാണെങ്കിൽ പീരീഡ്സിനൊരു മരുന്ന് കഴിക്കുന്നുണ്ട്, പ്രിസ്ക്രൈബ്ഡ് മെഡിസിൻ ആണ്. പക്ഷേ അന്ന് രാവിലെ ഒരു ഡോപ്പ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് പോസിറ്റീവായിട്ട് കാണിക്കും. കാരണം അതിനകത്ത് സ്റ്റിറോയിഡ് ഉണ്ട് അവർ കഴിക്കുന്ന മരുന്നിൽ, വിച്ച് ഈസ് ആൾറെഡി ഷെഡ്യൂൾഡ് ഡ്രഗിലുള്ളതാണ്. പക്ഷേ ഇത് പെട്ടെന്ന് ഫ്ലാഷായിട്ട് വരികയാണെങ്കിൽ ന്യൂസായിട്ടാണ് വരുന്നത്. പിന്നെ ഡോപ്പ് ടെസ്റ്റിൽ പോസിറ്റീവായി എന്ന പ്രശ്നം. പിന്നീട് നമ്മൾ ഈ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനും അത് സർട്ടിഫിക്കറ്റും ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം പിന്നെ ആരും വാർത്ത കൊടുക്കാറില്ല. ആദ്യത്തെ ദിവസം വാർത്ത വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇത് ഒരു സീരിയസ് കൺസേൺ ആയിരുന്നു ഈ അത്ലറ്റിക്സ്. അവർ തന്നെ നമ്മളെക്കുറിച്ച് അറിഞ്ഞത് പോലും പി ടി ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സിൽ നമ്മൾ ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടായിരുന്നു. കാര്യം അവിടെയൊക്കെ നമുക്ക് ആയുർവേദ മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നമൊന്നുമില്ല. രണ്ടാമത് സേഫ് ഫുഡാണ്. ഇങ്ങനത്തെ ഒരു ഏരിയയിൽ ഇതിന് ഭയങ്കര സ്കോപ്പുണ്ട്. നമ്മുടെ ഒരു മൗറീഷ്യസ് പ്രസിഡൻറ്റ് 2012 തോന്നുന്നു വന്ന സമയത്ത് നമ്മളെ വിസിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അവർ അവിടുത്തെ ഒരു കൺട്രിയുടെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ടൂറിസത്തിൽ അവിടെ ടൂറിസം ഒരു ഭയങ്കര കോമ്പറ്റീഷൻ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പം അവിടെ സ്പേസ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ എന്നിട്ട് അദ്ദേഹം തന്നെ ഓണറബിൾ പ്രസിഡൻറ്റ് തന്നെ ഹെൽത്ത് മിനിസ്റ്ററുമായിട്ട് നമ്മളെ കണക്ട് ചെയ്തിരുന്നു. അദ്ദേഹം ബോംബെ വന്ന സമയത്ത് ഞങ്ങൾ മീറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അവിടെ ഒരു ഗവൺമെൻറ്റുമായിട്ട് ചേർന്ന് ഒരു സ്പോർട്സ് അക്കാഡമി, അതായത് പ്രത്യേകിച്ച് ഈ ഇൻ്റർനാഷണൽ ടെന്നീസ് അങ്ങനത്തെ ആൾക്കാരുടെ ഒരു ലെഷർ ടൈമിന് പോകുന്ന സ്ഥലം അതാണ്. ഈ മൗറീഷ്യസ് ആയിരുന്നു. ഇപ്പോൾ സെലിബ്രിറ്റി ഫിലിം ആക്ടേഴ്സും അങ്ങനെ പോകുന്ന സമയത്ത് അവർക്ക് ഈ പ്രാക്ടീസ് മിസ് ചെയ്യാനും പറ്റില്ല. ആ സമയത്ത് കൊടുക്കാൻ പറ്റുന്നൊരു സംഭവമായിട്ട് നമ്മളൊരു ഡീറ്റെയിൽ ഡെവലപ്മെൻറ്റ് നടത്തിയിരുന്നതാണ്. പക്ഷേ ഇതിൻ്റെ ഒരു വർക്ക് നടന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ അടുത്ത ഇതിൽ അദ്ദേഹം അട്ടിമറിക്കപ്പെടുകയും അടുത്ത പ്രസിഡൻ്റൊക്കെ വരികയൊക്കെ ചെയ്തു. ഇപ്പോൾ സ്പോർട്സ് മെഡിസിൻ ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ ഡൊമസ്റ്റിക് മാർക്കറ്റ് ആണെങ്കിലും ഇൻ്റർനാഷണൽ ലെവലാണെങ്കിലും ഭയങ്കര സ്കോപ്പുള്ളൊരു സംഭവമാണ്. ട്രഡീഷണൽ നോളജ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ചൈനയാണ്. അവർ കുട്ടിക്കാലം മുതലേ ഈ ചൈനീസ് മെഡിസിൻ അവർക്ക് അവരുടെ പ്രോട്ടോക്കോളുണ്ട്. ശരിക്കും അത് കാരണം അവരിപ്പം ലോകത്തിൽ തന്നെ ഏറ്റവും നമ്പർ 1 വന്നുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റാണ്. അതിനകത്ത് ഈ ഒരു അവരുടെ ട്രഡീഷണൽ സിസ്റ്റത്തിന്, മെഡിക്കൽ സിസ്റ്റത്തിന് നല്ല റോളുണ്ട്. സിമിലർലി ഇന്ത്യയിൽ നമുക്ക് ചെയ്യാൻ പറ്റും, ഒത്തിരി ചെയ്യാൻ പറ്റും. കാരണം ഞങ്ങളുടെ ഇതുവരെയുള്ള അനുഭവം വെച്ചിട്ട് അങ്ങനെ ഇപ്പോൾ ഗവൺമെൻറ് ലെവലിൽ തന്നെ ഇപ്പോൾ തൊടുപുഴ ആയുർവേദ ആശുപത്രിയിൽ ഒരു സ്പോർട്സ് വിങ് ഉണ്ട്. വളരെ റഷുള്ള ഒത്തിരി പേര് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒത്തിരി സെലിബ്രിറ്റീസ് വരുന്നുണ്ട്, ടെന്നീസ് പലരും വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു കളക്റ്റീവ് മൂവ് ആവുകയാണെങ്കിൽ ശരിക്കും ഇന്ത്യയുടെ ഒരു സ്ഥാനം ഈ പറയുന്ന സ്പോർട്സ് റാങ്കിങ്ങിൽ കുറച്ചുകൂടെ ബെറ്റർ ആകാൻ സാധ്യത തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോൾ ഈ ആയുഷ് എന്ന് സാർ നേരത്തെ മെൻഷൻ ചെയ്തായിരുന്നു, വിച്ച് ഇസ് മിനിസ്ട്രി ഫോം ബൈ ദ ഗവൺമെൻറ്, റൈറ്റ്? സോ ലൈക്ക് അവരുടെ അടുത്തു നിന്നുള്ള 2014 തോന്നുന്നു ഇത് ഫോം ചെയ്തത്. അല്ല, ഫോം ചെയ്തതിന് മുമ്പെയാണ് എക്സ്ക്ലൂസീവ് മിനിസ്റ്റർ ഇതിനു വേണ്ടി വന്നത് 2014. സോ ഹൗ ഹാസ് ദാറ്റ് ഹെൽപ്ഡ് യു ഇൻ യുവർ റീസെർച്ചസ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ്സ് ഇൻ ആയുർവേദ? ആയുർവേദത്തിൽ അത് ഒത്തിരി മാത്രം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഡെവലപ്മെൻറ്റിനും. പക്ഷേ ബേസിക്കലി നമ്മൾ അതിലേക്ക് എത്തിയിട്ടില്ല. പൊതുവേ കേരളത്തിൽ നിന്നുള്ള ഇങ്ങനത്തെ ഒരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ ഈവൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയോ ഒക്കെ ഫണ്ട് യൂട്ടിലൈസ് ചെയ്തൊരു പ്രൊജക്റ്റിലേക്ക് പോകുന്നത് കമ്പാരിറ്റീവ്ലി
വളരെ കുറവാണ്. ചുരുക്കം ചിലർ മാത്രമേ അതൊക്കെ അവൈൽ ചെയ്തിട്ടുള്ളൂ. അത് നോർത്ത് ഇന്ത്യയിലൊക്കെ അങ്ങനെയല്ല. ഇപ്പോൾ നമ്മുടെ R&D, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു അവരുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഈവൻ നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് ഒരു R&D ചെയ്യുകയാണെങ്കിൽ, ആ രീതിയിൽ ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ചെയ്യുകയാണെങ്കിൽ 5 crore ഗ്രാൻഡാണ് ഗവൺമെൻറ്റിൻ്റെ. അതുപോലെ നമ്മളിപ്പം മുമ്പേ പറഞ്ഞ പോലെ ഹെർബൽ കൾട്ടിവേഷൻ അത് പ്രൊമോട്ട് ചെയ്ത് അതിൻ്റെ ബൈബാക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊത്തിരി സ്റ്റേറ്റ് ഗവൺമെൻറ് സ്കീമുണ്ട്, സെൻട്രൽ ഗവൺമെൻറ് സ്കീമുണ്ട്. ആയുഷാണ് അത് മൊത്തം ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആയുഷിൻ്റെ അതേപോലെ തന്നെ നമ്മളിപ്പം ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഈ സർവീസ് സെക്ടറിന് ഒരു ഗ്ലോബൽ ബ്രാൻഡിങ്ങിലേക്ക് പോകാൻ നമ്മൾ ഇനിഷ്യേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ അങ്ങനത്തെ പ്ലാറ്റ്ഫോമിലൊക്കെ നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റോ അല്ലെങ്കിൽ സബ്സിഡൈസ്ഡോ. ഇപ്പോൾ വേൾഡ് ആയുർവേദ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പരിപാടി നടക്കുമ്പോൾ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി മൊത്തം വരുന്ന സംഭവമാണ്. അവിടെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ നമ്മുടെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സിബിഷൻ, സ്റ്റാള്, ഇങ്ങനത് കൂടാതെ അതിൻ്റെ ഒരു നമ്മളിപ്പോൾ 2 പേര് പോകുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ട്രാവലിംഗ്, ഇതിൻ്റെ ടോട്ടൽ എമൗണ്ടിൻ്റെ 50% അവർ റീംബേഴ്സ് ചെയ്യും. അത് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ അതേപോലെ ഈ പറഞ്ഞ R&D, പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റിനൊക്കെ ആയുഷിൻ്റെ നല്ല പദ്ധതികളുണ്ട്. ഇപ്പോൾ ഈവൻ ലൈബ്രറിക്കുണ്ട് അവരുടെ പദ്ധതികൾ. നമ്മൾ കഴിഞ്ഞ വർഷത്തേതൊക്കെ നമ്മൾ കേരള മൊത്തത്തിൽ ലാപ്സാക്കി കളഞ്ഞ ഗ്രാൻറ്റുകളും സബ്സിഡികളുമാണ്. അപ്പോൾ അങ്ങനെ ആയുഷിൻ്റെ ഇപ്പം സാന്ദർഭികമായിട്ട് പറയുകയാണ്, ഈ നമ്മുടെ ഈ മോദി സർക്കാർ വന്നതിന് ശേഷമാണ്, അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ പേഴ്സണലിയാണ് യോഗയെ ഒരു ബ്രാൻഡാക്കിയത്. അതിനുമുമ്പ് യോഗ ഒരു അറിയപ്പെടുന്ന ഒരു സംഭവമായിരുന്നു, ആൾക്കാർക്ക് അറിയാമായിരുന്നു. പക്ഷേ ഒരു യോഗ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് വന്നത് അദ്ദേഹത്തിൻ്റെ ഇനിഷ്യേറ്റീവിലാണ്. ഇപ്പോൾ ഒരു പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഓണായത്, മറ്റേത് അങ്ങനെയല്ല. അപ്പോൾ ഈ സമയത്ത് നമുക്കൊരു റിലയബിൾ സോഴ്സിൽ നിന്ന് കിട്ടുകയാണ്. ഇതേപോലെ തന്നെ നമ്മുടെ ആയുഷ് അല്ലെങ്കിൽ ആൾക്കാർ ഒരു മീറ്റിങ്ങിൽ PM-നോട് ചോദിച്ചു, യോഗ പോലെ തന്നെ അതിനെക്കാട്ടിൽ വളരെ കോറാണല്ലോ, ഇന്ത്യയുടെ കോറാണല്ലോ ആയുർവേദം, അതെന്തുകൊണ്ട്? അപ്പോൾ പുള്ളി പറഞ്ഞാൽ അടുത്തത് ആയുർവേദമാണ്. സോ ആയുർവേദ ഇതേപോലെ തന്നെ ഒരു ഗ്ലോബൽ കാര്യം. അതിനകത്ത് കുറേ യോഗ എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രൊഡക്റ്റല്ല, അല്ലെങ്കിൽ ഒരു നോളജാണ്, ഒരു പാക്കേജാണ്. മറ്റേതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഉണ്ട്, പ്രൊഡക്റ്റ് ഉണ്ട്, സർവീസ് ഉണ്ട്. ഇങ്ങനത്തെ ഒരു കുറച്ചുകൂടെ കോംപ്രഹെൻസീവ് സയൻസാണ്. അപ്പോൾ അതിൻ്റെ ടെക്നിക്കൽ ഫോർമാലിറ്റീസ്, ടെക്നിക്കൽ ചലഞ്ചസ്, മുമ്പേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു മെഡിസിൻ അയക്കണമെന്നുണ്ടെങ്കിൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ, കൺസൾട്ട് ചെയ്യണമെങ്കിലുള്ള പ്രശ്നം. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഗവൺമെൻറ് തലത്തിൽ കുറേ ഡിസ്കഷൻസ് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം മിഡിൽ ഈസ്റ്റിൽ പലയിടത്തും നമ്മുടെ ആയുർവേദ കൺസൾട്ടേഷൻസ് ഒരു MOH ടെസ്റ്റിന് ശേഷം ഇവിടുന്ന് പോകുന്ന BMS ഡോക്ടർക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, പണ്ട് പറ്റില്ലായിരുന്നു. അപ്പോൾ ഇത് എല്ലാ രാജ്യങ്ങളിലും പല യൂറോപ്യൻ കമ്മ്യൂണിറ്റിയിലും സ്റ്റാർട്ടായി. ആഫ്രിക്കൻ കൺട്രീസിൽ മിക്ക സ്ഥലത്തും ആസ് എ മെഡിസിൻ നമ്മളെ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. അപ്പോൾ അതൊരു വിസിബിൾ ചേഞ്ച്. പിന്നെ അതുപോലെ തന്നെ പുറത്തുനിന്ന് ആൾക്കാർ വരുന്ന അല്ലെങ്കിൽ ഫോറിനേഴ്സ് വരുന്നത്, അപ്പോൾ അവരെന്ന് പറയുന്നത് കുറച്ചും കൂടി ലക്ഷറി പ്ലസ് ആയുർവേദ ആ രീതിയിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റീസോ കാര്യങ്ങളോ എല്ലാം നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, ഒരു ലക്ഷറിനെസ് കൊടുക്കാനുള്ള രീതിയിൽ? നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞുള്ളൊരു കണ്ടിന്യൂയിങ് ദ ട്രഡീഷൻ ഓഫ് ലിഗസി എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ 1933 സ്റ്റാർട്ട് ചെയ്ത സെറ്റപ്പ് തന്നെയാണ് എല്ലാ രീതിയിലും തൊടുപുഴ നമ്മുടെ ഹെഡ് ക്വാർട്ടേഴ്സുള്ള ധന്വന്തരി വൈദ്യശാലയ്ക്കുള്ളത്. അപ്പോൾ നമ്മൾ അന്നുണ്ടായിരുന്ന ഹോസ്പിറ്റലും അന്നുണ്ടായിരുന്ന സിസ്റ്റവും അതിനകത്ത് ആൾക്കാർ കൂടുന്നതനുസരിച്ച് ഇൻഫ്രാസ്ട്രക്ചർ കൂട്ടി, പക്ഷേ ഇൻഫ്രാസ്ട്രക്ചർ ഒരിക്കലും നമ്മൾ ലക്ഷറിയസോ വേറെ ലെവലിലേക്കോ പോയിട്ടില്ല. കാര്യം അവിടെ വരുന്ന ഏറ്റവും കൂടുതൽ ക്യൂരേറ്റീവ് കേസുകളാണ്. അപ്പോൾ ഒരു ക്യൂരേറ്റീവ് കേസ് വേറെങ്ങും രക്ഷയില്ല എന്ന് പറഞ്ഞ് നമ്മളൊക്കെ വരുമ്പം അവർക്ക് ട്രീറ്റ്മെൻറ്റ് മാത്രമാണ് പ്രയോറിറ്റി. അതിനകത്ത് ലക്ഷറിയോ മറ്റ് ഈവൻ ബേസിക് അമ്യൂണിറ്റീസിൽ പോലും അവർക്കൊരു കൺസേൺ ഇല്ല. അപ്പോൾ അത് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ ജോഗ്രഫിക്കൽ ട്രാവലിംഗ് അങ്ങനത്തെ വിഷയം വന്നപ്പോഴാണ് നമുക്ക് ആൾറെഡി ഉണ്ടായിരുന്ന എറണാകുളത്ത് ഒരു ചെറിയ സെൻറ്റേഴ്സ് നമ്മളതൊന്ന് ഡെവലപ്പ് ചെയ്തു. അപ്പോഴുള്ള പ്രശ്നം വീണ്ടും ഇത് തന്നെയായിരുന്നു. നമ്മുടെ ടെക്നിക്കൽ ഇതിനെക്കുറിച്ച്, സർവീസിനെക്കുറിച്ച്, നമ്മുടെ കൺസൾട്ടേഷൻ, ട്രീറ്റ്മെൻറ്റ് എല്ലാവരും 100% ഹാപ്പി ആയിരുന്നു. പക്ഷേ ഈ റെക്കമെൻഡേഷനിലോ അല്ലെങ്കിൽ റെഫറിലോ വരുന്നതെല്ലാം VIP-യോ VVIP-യോ ആയി കഴിഞ്ഞപ്പം നമ്മൾ ഈവൻ എറണാകുളത്ത് പോലും മറ്റു വലിയ ഹോട്ടൽസിൽ സ്റ്റേ ചെയ്യിപ്പിച്ചിട്ട് നമ്മുടെ അവിടെ വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നൊരവസ്ഥയായി. അല്ലെങ്കിൽ നമ്മൾ തിരിച്ച് ആ ഹോട്ടലിൽ നമ്മൾ സർവീസ് ഓഫർ ചെയ്യുന്ന അവസ്ഥ നേരത്തെ വന്നു. അപ്പോഴും അതിനകത്ത് ഈ പറഞ്ഞ പോലെ നമ്മളതിൻ്റെ കൂട്ടത്തിൽ ഫുഡ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നൊരു പ്രശ്നമാണ്. ആ സമയത്താണ് നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്, എന്താ പറയുന്നത്, നമുക്ക് എക്സാക്ട്ലി ഒരു നീഡായിരുന്നൊരു ഏരിയയാണ് ഒരു എറണാകുളത്ത് തന്നെ. എന്നാൽ എറണാകുളത്തുനിന്ന് അധികം ദൂരെ അല്ലാതെ കുറച്ച് സ്പേസ് ഉള്ള ഹോസ്പിറ്റാലിറ്റിയിൽ ഒരു കോമ്പറ്റൻറ്റ്
ലെവലിലുള്ള ഒരു ഇത് വേണമെന്നുള്ള ആഗ്രഹ സമയത്താണ് നമുക്ക് അങ്ങനെ റെസ്റ്റിക് ലെഷേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രോപ്പർട്ടിയായിട്ട് ടൈപ്പ് ചെയ്യാൻ പറ്റുകയും അതിനകത്ത് നമ്മൾ ആൾറെഡി ഇപ്പം ട്രീറ്റ്മെൻറ്റുകൾ സ്റ്റാർട്ട് ചെയ്തു. അത് നോട്ട് ഓൺലി ഫോർ ഫോറിനേഴ്സ്. നമുക്കിപ്പം എറണാകുളത്ത് തന്നെ നമുക്കറിയാം അത്യാവശ്യം ഇപ്പോൾ ഒരു സാധാരണ ആയുർവേദ സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 1.5 മണിക്കൂറൊക്കെ ട്രീറ്റ്മെൻറ്റൊക്കെ ഉണ്ടെങ്കിൽ ഫാമിലിയായിട്ട് വരുവാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എറണാകുളത്തുള്ള അങ്ങനത്തെ ഒരു കാറ്റഗറി ആൾക്കാർക്ക് ഒരു ഡേ ഔട്ട് എന്ന് പറഞ്ഞ രീതിയിൽ ജസ്റ്റ് മാളിലൊക്കെ പോയിട്ട് സമയം കളയുന്നതിന് പകരം അവിടെ സ്വിമ്മിംഗ് പൂളും ഉണ്ട്, ബാക്കി എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അപ്പോൾ ഒരു ഡേ ഔട്ട് ഫുഡ് കഴിക്കാൻ പറ്റും, മറ്റ് എല്ലാ സർവീസും ഉണ്ട്. ധന്വന്തരിയുടെ ഒതൻറ്റിക് ഒറിജിനൽ ആയുർവേദം, ധന്വന്തരിയുടെ തന്നെ ഡോക്ടേഴ്സ്, ധന്വന്തരിയുടെ തന്നെ മെഡിസിൻസ്, ഇച്ചിരി ബെറ്റർ ആംബിയൻസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ഫോറിനേഴ്സിനാണെങ്കിലും ഇപ്പോൾ നമുക്ക് തൊടുപുഴയൊക്കെ വന്നിട്ടുള്ള ക്ലയൻറ്റ് ലിസ്റ്റൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ ഞെട്ടും. മീൻസ് ആ റേഞ്ചിലുള്ള ആൾക്കാരാണ്. ഈവൻ നമുക്ക് എറണാകുളത്തൊക്കെ വരുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ ഇവിടുത്തെ ഒരുമാതിരിപ്പെട്ട എല്ലാ IPS ഓഫീസേഴ്സും ഒക്കെ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുള്ളതാണ്. KV തോമസ് സാറൊക്കെ ഡോക്ടറിൻ്റെ സ്ഥിരം പേഷ്യൻ്റായിരുന്നു. അങ്ങനെ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു കുറച്ചുകൂടെ പ്രൈവസിയും എന്നാൽ ഒരു ബെറ്റർ സർവീസുകളും എല്ലാം കിട്ടുന്ന രീതിയിൽ ട്രീറ്റ്മെൻറ്റ് തന്നെ കിട്ടുകയും ചെയ്യും. ഈ ഒരു രീതിയിൽ ഇത് ഡെവലപ്പായി വരികയാണ് ഇപ്പം. അപ്പം നമ്മളതിനകത്ത് എറണാകുളത്തു നിന്നുള്ള ആൾക്കാർ, ഇന്ത്യക്കുള്ള ആൾക്കാർ, ഇന്ത്യക്ക് പുറത്തുള്ള ആൾക്കാർ, ഈ 3 പേരെയും കാറ്റഗറി ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ആയുർവേദവും ബാക്കി എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ഉള്ളത്. സോ ആർക്കെങ്കിലും എറണാകുളത്ത് ധന്വന്തരിയുടെ ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിൽ പ്ലീസ് റസ്റ്റിക്കിൽ വരിക. അവിടെ കംപ്ലീറ്റ്ലി അവൈലബിൾ ആണ്. ദെയർ ഒത്തൻറ്റിക് ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് അവിടെ അവൈലബിൾ. ആൻഡ് വിത്ത് ദാറ്റ് ഐ എം ഗോണ വൈൻഡ് അപ്പ് ദിസ് സെഷൻ. So thank you so much Satish sir, thank you so much Gopakumar sir for your time. We are very honored by your presence. ഇന്നത്തെ ഇൻസൈറ്റ്സ് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. സോ ഇനിയിപ്പം ഫ്യൂച്ചറിലാണെങ്കിലും എനി ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് is very valuable. അതിൻ്റെ രീതിയിൽ തന്നെ കാണുക. സോ ഇറ്റ്സ് ബേസിക്കലി എ ബാലൻസ് ബിറ്റ്വീൻ യുവർ മൈൻഡ്, ബോഡി ആൻഡ് സോൾ. ആൻഡ് ഒരു ഫുൾ റെജുവിനേഷനാണ് നിങ്ങൾക്ക് എന്തൊരു ആയുർവേദിക് ട്രീറ്റ്മെൻറ്റിൽ നിന്നും കിട്ടുന്നത്. സോ നെവർ നിഗ്ലെക്റ്റ് ഇറ്റ് ആൻഡ് ഓൾവേസ് ആക്സസ് ദെം. ദർ ഫോർ എവർ അവൈലബിൾ. ഇത് നമ്മുടെ റൂട്ട്സിൽ ഉള്ള ഒരു സിസ്റ്റം ആയതുകൊണ്ട് നമ്മൾ ഇതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ താങ്ക് യു സോ മച്ച്. Bye guys. See you in the next episode. Thank you.